ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഏവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യേശു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ച. ഈ ഏവൻഗേലിയൻ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി പ്രധാനപ്പെട്ട ചിന്തകളെ നമുക്ക് കാണാം. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. യേശുക്രിസ്തു സംഘാലയങ്ങളൊന്നിൽ യേശു ശാബത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ശാബത്തിൽ ആദ്യത്തെ ചിന്ത തന്നെയാണ്, ശാബത്തിൽ പഠിപ്പിക്കുക. ദ ഡിവൈൻ പ്രസൻസ് ഇൻ ദ സാബത്ത്. ശാബത്തിലെ ദൈവ സാന്നിധ്യം. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലെല്ലാം ശാബത്ത് ദിവസത്തെ വിശുദ്ധമായിട്ട് ആചരിച്ചു. ശാബത്ത് ദിവസം വിശ്രമത്തിനുള്ളത് മാത്രമല്ല, അത് ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ദൈവവചനത്തോടും ദേവാലയത്തോടും ചേർന്നിരിക്കുന്ന ദിവസമാണ്. ഇവിടെ കർത്താവ് നമുക്ക് വലിയൊരു മാതൃക കാണിച്ചതാണ്. ശാബത്ത് ദിവസം യേശുക്രിസ്തു വീട്ടിലിരുന്നില്ല. ശാബത്ത് ദിവസം യേശുക്രിസ്തു മറ്റ് ജോലിക്ക് പോയില്ല. യേശുക്രിസ്തു ശാബത്ത് ദിവസത്തിൽ മറ്റ് ബന്ധുക്കളുടെ വീടുകളിൽ പോയില്ല. യേശുക്രിസ്തു ശാബത്ത് ദിവസത്തിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും മാറ്റിവെച്ചില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ശാബത്ത് ദിവസം ആഘോഷങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും നമ്മളുടെ കൂടിച്ചേരലിനൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യേശുക്രിസ്തു അങ്ങനെയായിരുന്നില്ല. ശാബത്ത് ദിവസം ദൈവത്തിനു വേണ്ടി കൊടുത്തു. ദൈവവചനം കേൾക്കുന്നതിനായി നാം പ്രത്യേകം സമയം വേർതിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായ ഒരു ചിന്ത എന്ന് പറയുന്നത്. ഈ ഈ 10-ാമത്തെ വാക്യത്തിൽ നിന്ന് ആരാധനാലയങ്ങളിൽ സംബന്ധിക്കുന്നത് കേവലം ഒരു ആചാരമല്ല, മറിച്ച് ക്രിസ്തുവുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. വചനം പഠിപ്പിക്കുമ്പോൾ അവിടെ വിടുതലും സൗഖ്യം നൽകുന്നു. ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കും വചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും സഭാതല മീറ്റിങ്ങുകളിൽ, അതായത് കുടുംബയോഗങ്ങളിലെ പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ സംബന്ധിക്കുവാനും ശാബത്ത് ദിവസം നാം പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ശാബത്തിനെ വളരെ തുച്ഛീകരിച്ച് കാണുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെയും ഞായറാഴ്ച ദിവസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരട്ടി ശമ്പളം കിട്ടുമ്പോൾ ശാബത്തിനെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെ ഭൗതികതയ്ക്ക് വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്ന. പ്രിയമുള്ളവരെ, നമുക്കൊരു ജോലി തരികയാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല എങ്കിൽ കർത്താവ് ക്ഷമിക്കും. എന്നാൽ നമ്മൾക്ക് സമ്പത്തുണ്ടായിട്ടും സൗഭാഗ്യമുണ്ടായിട്ടും എല്ലാം കടങ്ങൊന്നുമില്ലാഞ്ഞിട്ടും ശാബത്ത് ദിവസം നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സമ്പത്ത് കുന്നു വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഞായറാഴ്ച കൂടി ജോലി ചെയ്യുവാനും ഞായറാഴ്ച ആചരണത്തെ മാറ്റി നിർത്തുന്ന കാലഘട്ടമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു ഈ വചനത്തിലൂടെ പറയുകയാണ്, ശാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം, യേശുക്രിസ്തു യഹൂദ പാരമ്പര്യത്തിൽ ശനിയാഴ്ചയായിരുന്നു ശാബത്ത്. നമ്മളെ ശാബത്ത് ദിവസം ഞായറാഴ്ചയാണ്. ഈ ശാബത്ത് ദിവസം അത് മറ്റൊന്നിനു വേണ്ടി ശ്രമിക്കരുത്. മറ്റ് സഭകളിലൊക്കെയും ഞായറാഴ്ച വിവാഹം പോലുമില്ല. ഞായറാഴ്ച വിശുദ്ധ ദിവസമാണ്. വിവാഹ ദിവസം മറ്റൊരു ദിവസമാണ്. ഞായറാഴ്ച ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്. മറ്റ് പ്രവർത്തനങ്ങളെല്ലാം മാറ്റി നിർത്തി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ തലമുറകളെ അത് പഠിപ്പിക്കണം. ആരാധനാലയങ്ങളിൽ പോകുന്നൊരു ശീലം നമ്മുടെ ആത്മീയ അച്ചടക്കം വർദ്ധിപ്പിക്കുന്നു. ദൈവവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഇടവരുന്നു. യേശു പള്ളിയിൽ പോയത് നമുക്കൊരു വലിയ മാതൃകയാണ്. ദൈവപുത്രനായിട്ടും അദ്ദേഹം ആരാധനാലയങ്ങളെ നിയമങ്ങളെ ബഹുമാനിച്ചും ദേവാലയത്തിലേക്ക് പോയി. നാമും ക്രിസ്തുവിൻ്റെ ഈ മാതൃക പിന്തുടർന്ന് സഭാജീവിതത്തിൽ സജീവമാകണം. വിനയവും അനുസരണവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ്. ഒരു ചെടിക്ക് കൃത്യമായ വെള്ളവും വളവും നൽകിയാൽ മാത്രമേ അത് വളരുകയുള്ളൂ. അതുപോലെ വചനവും വിശുദ്ധ കുർബാനയുമാകുന്ന വളങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ ഞായറാഴ്ച വിശുദ്ധ കുർബാന, അതോടൊപ്പം തന്നെ വചനം കേൾക്കുന്നതെല്ലാം നമുക്ക് ആത്മീയ ഊർജവും ഉന്മേഷവും നൽകുന്നു. അഴുക്ക് പുരണ്ട വസ്ത്രം സോപ്പിട്ട് കഴുകുന്നത് പോലെ ഞായറാഴ്ച വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ, അവിടെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അഴുക്ക് പുരണ്ട മനസ്സിനെല്ലാം ശുദ്ധീകരിക്കുവാനായിട്ട് ഇടവരുന്നു. അസുഖം വരുമ്പോൾ, രോഗം വരുമ്പോൾ ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ പോകുന്ന പോലെയാണ് ആത്മീയ സൗഖ്യത്തിനായിട്ട് നാം ദേവാലയത്തിലേക്ക് പോകണം. ശാബത്ത് ദിവസം ആചരിക്കണം. ഞായറാഴ്ച ആചരണം വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറയുന്നത്. വിശുദ്ധനായ കൈസരിയയിലെ വിശുദ്ധ ബസേലിയോസ് പറയുകയാണ്, ശാബത്ത് ദിവസം നിന്റെ ആത്മാവിനെ സൃഷ്ടാവിൻ്റെ നേരെ ഉയർത്തുക. ലൗകികമായ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തനായി ദൈവികമായ കാര്യങ്ങൾ മാത്രം ഒഴുകുക. അതാണ് യഥാർത്ഥമായ വിശ്രമം. നാൻസിയാൻസിലെ ഗ്രിഗോറിയോസ് പറയുകയാണ്, 7-ാം ദിവസം ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിശ്രമിച്ചതുപോലെ നാം നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിശ്രമിക്കണം. ശാബത്ത് ആചരണം എന്നത്
ദൈവവുമായിട്ടുള്ള സമാധാനത്തിൻ്റെ ഒരു ചിഹ്നമാണ്. 5-ാം ദൂതനിലെ പേരോർക്കുന്ന അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസിയോസ് പറയുകയാണ്, പഴയ നിയമത്തിലെ ശാബത്ത് നിഴലാകുന്നു, എന്നാൽ സത്യമായ ശാബത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കണ്ടെത്തുന്നു. അവനിൽ വിശ്രമിക്കുന്നവന് യഥാർത്ഥ ശാബത്ത് ലഭിക്കുന്നു. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, യേശുക്രിസ്തു ശാബത്ത് ദിവസത്തിൽ ദേവാലയത്തിൽ വന്നു. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചർച്ച് ആൻഡ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതവും ദേവാലയവുമായിട്ടുള്ള ബന്ധം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ ചിന്ത എന്ന് പറയുന്നത്, പലരും പറയുന്നത് പള്ളിയിൽ പോകേണ്ട ആവശ്യം എന്താണ്, നമ്മൾ ഏതെങ്കിലും കൂട്ടായ്മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരെ. ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള കൂട്ടായ്മകൾ ആചരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എപ്പിസ്കോപ്പൽ സഭകളിൽ എന്തിനേറെ നമ്മുടെ സഭയിൽപ്പെട്ടവർ വരെ പലരും കൂട്ടായ്മ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ ചിന്ത തന്നെയാണ്. യേശുക്രിസ്തു ദേവാലയവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു, പള്ളിയുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു, ആരാധനാലയവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയേക്കാൾ ഉപരിയായി സഭയിലെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാന അനുഭവത്തിനും വളരെ ശക്തിയുണ്ട്. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ യേശു എപ്പോഴും മധ്യസ്ഥനായിരുന്നു. സഭയിൽ ഐക്യം പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കാൻ സാധിക്കും. പരസ്പരം താങ്ങുന്നൊരു സമൂഹമായിരുന്നു ആദിമ കാലഘട്ടങ്ങളിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ അവർ ശാബത്ത് ആചരിച്ചിരുന്ന വീട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലായിരുന്നു. രണ്ടാമത്തെ ചിന്ത അത് തന്നെയാണ് പറയുന്നത്. അവർ ഒരുമിച്ച് കൂടി ഇരുന്ന് അപ്പം നുറുക്കിയും, അതായത് വിശുദ്ധ കുർബാന അർപ്പിച്ചും വചനം പങ്കുവെച്ചും ദൈവവചനത്തോട് ചേർന്നിരുന്നും ആത്മീയമായിട്ട് വളർന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ പള്ളിയിൽ പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് രണ്ടാമത്തെ ചിന്ത വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ദേവാലയത്തിൽ പോകണം. ദേവാലയവുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും അറ്റുപോകരുത്. അഗ്നിമയനായ ഇഗ്നാത്യോസ് നൂറോന പറയുകയാണ്, സഭ എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്, ദൈവമുള്ളിടത്ത് സഭയുമുണ്ട്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദേവാലയം വചനത്തിൻ്റെ ഖനിയാണ്, അവിടുന്ന് ഓരോരുത്തരും താങ്കൾക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധനായ ദിവനാസ്യോസ് പറയുകയാണ്, ഒരുമിച്ചുള്ള ആരാധന എന്നത് ഭൂമിയിലെ സ്വർഗീയ അനുഭവമാണ്. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, ആരാധനയില്ലാത്ത വീട് അലങ്കാരമില്ലാത്ത വീട് പോലെയാണ്. പ്രാർത്ഥനയും ദൈവചിന്തയും ആരാധനയും ദേവാലയ ബന്ധവുമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവുകയില്ല. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കണം. ബലിപീഠം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തുവിടെ രണ്ടാമത്തെ ചിന്ത ഏതാണ്? യേശുക്രിസ്തുവിടെ വളരെ നല്ലൊരു മാതൃക കാണിച്ചേരുകയാണ്. എബ്രായ ലേഖനം 10-25 വാക്യം പറയുന്നതാണ്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന്. ഹബക്കൂക്ക് പ്രവചനം 2-20 വാക്യം പറയുന്നുണ്ട്, ദൈവം വിശുദ്ധ മന്ദിരത്തിലുണ്ടെന്ന് പറയുകയാണ്. ആയതുകൊണ്ട് ഞായറാഴ്ച ആചരണം ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്. എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും, എത്രയധികം ബന്ധുക്കൾ വന്നാലും, എത്രയധികം ചാർച്ചക്കാർ വന്നാലും, എത്രയധികം ധനം കിട്ടുമെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആലയത്തെ വിട്ടൊരു ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല. നാം ഓരോരുത്തരും ഞായറാഴ്ചകളിൽ ആരാധന മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യത്തെ ചിന്ത നാം കണ്ടു, ശാബത്ത് ആചരിക്കണം. രണ്ടാമത്തെ ചിന്ത പറയുകയാണ്, അതിനോട് ചേർന്നിരുന്ന് പറയുകയാണ്, ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. ശാബത്തിൽ വെറുതെ ഇരുന്നാൽ പോരാ, വീട്ടിൽ ഇരുന്നാൽ പോരാ, പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകുന്നത് കേവലം ശരീരമല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെയും ദൈവത്തിനായി സമർപ്പിക്കണം. അവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ, വിശുദ്ധ കുർബാന അനുഭവത്തോട് പോകുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങൾ നൽകും. മൂന്നാമത്തെ ചിന്ത, യേശുക്രിസ്തുവിടെ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയത് ദേവാലയത്തിൽ വെച്ചാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വെച്ചു നീട്ടുന്ന ഏറ്റവും വലിയ ആത്മീയത എന്ന് പറയുന്നത് സ്വന്തം ഇടവക പള്ളിയിലേക്കാൾ കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന പല ധ്യാന കേന്ദ്രങ്ങളെയും പല കൂട്ടായ്മ സ്ഥലങ്ങളെയും വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളെയൊക്കെയാണ്, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള നവീന ചിന്താഗതിക്കാരും നവീന സഭക്കാരും നടത്തുന്ന വലിയ പ്രാർത്ഥനയോഗങ്ങളിലൊക്കെയാണ്. എന്നാൽ യേശുക്രിസ്തു ഇവിടെ കാണിച്ചു തരുന്നത്, യേശുക്രിസ്തു സ്വന്തം ആ ദേവാലയത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ അവിടെ വന്ന് സൗഖ്യം ലഭിക്കുകയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദേവാലയം, നമ്മുടെ ഇടവക പള്ളി വചനം
പ്രസംഗിക്കുന്ന സ്ഥലമാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. അതൊരു പക്ഷേ പൊളിഞ്ഞ വലിയ ഭംഗിയുള്ള ദേവാലയമായിരിക്കില്ല, വെച്ച് കെട്ടിയ ഷെഡ് പോലും ആയിരിക്കാം. പക്ഷെ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ആ കൂനിയായ സ്ത്രീ സൗഖ്യമാക്കപ്പെട്ടത് യെരുശലേം ദേവാലയത്തിൽ വെച്ചായിരുന്നില്ല, മറിച്ച് എവിടെയായിരുന്നു? സംഘാലയങ്ങളിലോ, അതായത് അവരുടെ വലിയ ദേവാലയത്തിലോ യഹൂദന്മാരുടെ കൂടി വരുന്ന അടുത്തൊന്നുമല്ല അവൾ സൗഖ്യമാക്കിയത്. അവളുടെ വീടിന്റെ അടുത്തുള്ള ആ തൊട്ടടുത്തുള്ള ആ കൊച്ചു പ്രാർത്ഥന നടത്തുന്ന ആ കൊച്ചു ദേവാലയത്തിൽ വെച്ച് അവൾക്ക് സൗഖ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ചിന്ത നമ്മളോട് പറയുന്നത്, നമ്മുടെ ദേവാലയം വളരെ ചെറുതാണെങ്കിലും, കുറച്ച് ഇടവക്കാരുള്ളെങ്കിലും, അല്ലെങ്കിൽ അതൊരു വെച്ച് കെട്ടിയ ഷെഡ് പോലെ ഒരു ചെറിയ പണി തീരാത്തൊരു ആലയമാണെങ്കിൽ പോലും അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ മാനസാന്തരങ്ങൾ നടക്കണം, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് എന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരും. അല്ലാതെ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ഈ ലോകത്തിൽ വലിയ രോഗശാന്തിയും അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വചനഭാഗം നമുക്ക് നൽകുന്ന വലിയ സന്ദേശമാണ്. ആ പാവപ്പെട്ട സ്ത്രീ, ആ കൂനിയായ സ്ത്രീ കടന്നു ചെന്നത് ആ വലിയ സ്ഥലങ്ങളിലേക്കൊന്നും അവൾ പോയില്ല. അവളുടെ ആ കൊച്ചു സംഘാലയത്തിൽ ചെന്നപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചു ദേവാലയത്തിൽ, നമ്മുടെ ഇടവകപ്പള്ളിയിൽ യേശു ഉണ്ട്. അവിടെ നിന്റെ രോഗം സൗഖ്യമാക്കും. അവിടെ നിന്റെ തകർന്ന മനസ്സിനെ, അവൻ മുറിവേറ്റ മനസ്സിനെ അവൻ സൗഖ്യമാക്കും. അവിടെ വരിക. ആ പുരോഹിതന് ബലിയർപ്പിക്കുമ്പോൾ, പുരോഹിതൻ നെഞ്ചുപൊട്ടി കണ്ണുനീരോടെ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയിൽ നീ ഭാഗഭാഗമാവുക. ആ ഞായറാഴ്ച ആചരണത്തിലായിരിക്കുക. കർത്താവ് നിനക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. നിന്റെ ജീവിതത്തിൽ കർത്താവ് നിനക്ക് സൗഖ്യം നൽകും. കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. നാലാമത്തെ ചിന്ത, യേശു 10-ാമത്തെ വാക്യം പറയുകയാണ്, സംഘാലയങ്ങളിൽ നിന്ന് യേശു ശാബത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാലാമത്തെ ചിന്ത ഏതാണ് പറഞ്ഞു തരുന്നത്? യേശുക്രിസ്തു ശാബത്തില് എവിടെ സംഘാലയങ്ങളിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. വചനം ചില ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഒരു പള്ളിയിൽ, യേശു പള്ളികളിൽ ഒന്നില്ലെന്നാണ് കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ നാലാമത്തെ ചിന്ത. എന്താണത്? പള്ളി എന്തിനുള്ള സ്ഥലമാണ്? വചനം പ്രഘോഷിക്കുന്ന സ്ഥലമാണ്. പള്ളി എന്തിനുള്ള സ്ഥലമാണ്? പള്ളി ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ പല പള്ളികൾ എടുത്തു നോക്കുക, ആരാധന മാത്രമാണ് നടക്കുന്നത്. അന്യദൈവ ആരാധനയ്ക്ക് വരെയെങ്കിലും നമ്മുടെ ദേവാലയങ്ങൾ തുറന്നു കൊടുക്കപ്പെടുന്നു. പള്ളിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കപ്പെടുന്നു. യേശുക്രിസ്തു തൻ്റെ യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്ന് അവിടെ കച്ചവടം ചെയ്തവരെയൊക്കെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അവരുടെ മുമ്പിൽ ക്ഷുഭിതനായിരുന്നുകൊണ്ട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം, ഇതിനെ കള്ളന്മാരുടെ ഇടമാക്കി തീർക്കുന്ന യേശുക്രിസ്തു ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണ്? വേദപുസ്തകത്തിൽ യേശു ഇത്രയധികം ദേഷ്യപ്പെട്ട് കാണുന്നത് എവിടെയാണ്? കാരണം ആരാധനയും ആലയം അത് ദൈവവചനം പഠിപ്പിക്കുവാനും ദൈവവചനം പ്രഘോഷിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഇടമാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആരാധനകൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. വിശുദ്ധ സഭയുടെ കാനോനുകൾ പറയുകയാണ്, ആരാധനാലയത്തിൽ വിശുദ്ധ കുർബാന അല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കരുത്. ഇന്ന് ബർത്ത്ഡേക്ക് കേക്കുകൾ മുറിക്കപ്പെടുന്നു ദേവാലയത്തിൽ. ഇന്ന് ദേവാലയത്തിൽ മറ്റു കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു. ആരാധനാലയം പ്രാർത്ഥനാലയമാണ്. ആരാധനാലയം പ്രാർത്ഥനാലയമാണ്. അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റരുത്. അവിടെ ദൈവത്തിന് വിരുദ്ധമായ ഒന്നും നടക്കരുത്. പള്ളിക്കകത്ത് പലതരത്തിലുള്ള ഡാൻസുകൾ, അന്യദൈവ ആരാധനയുടെ സ്തുതികൾ കരയറ്റുന്ന പ്രവർത്തനങ്ങൾ, ഓണാഘോഷങ്ങൾ, ഓണപ്പൂവിടിയലുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കപ്പെടുന്നത്. അങ്ങനെ ആയിരിക്കരുത്. ആരാധനാലയം അത് പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ദൈവവചന പ്രഘോഷണത്തിനും മാത്രമുള്ള ഇടമായി മാറണം. ഒരു കാരണവശാലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തരുത്. നമ്മൾ എത്രയധികം ബലിപീഠത്തെയും ആരാധനാലയത്തെയും പവിത്രതയോടെ കാണുന്നു, അത്രയധികം നമ്മൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുമ്പോൾ യേശു ആ ശാബത്തിൽ അതേ ആലയത്തിൽ പഠിപ്പിക്കുകയായിരുന്നു. യേശു അവിടെ കേക്ക് മുറിക്കുകയായിരുന്നില്ല പള്ളിക്കകത്ത് വെച്ച്. യേശു അവിടെ മറ്റ് മതസ്ഥരോടോ കനാന്യരോടോ എബൂസ്യരോടോ അല്ലെങ്കിൽ ഹിത്യരോടൊക്കെ പറഞ്ഞ് അവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറയുകയല്ലേ ഇത്. യേശു അവിടെ കൾച്ചറലായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തിയില്ല. ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം കൾച്ചറലായിട്ടുള്ള പ്രോഗ്രാമുകൾ പലതരത്തിലുള്ള, ഇപ്പോൾ നമ്മളൊരു ഹോൾ എടുത്ത് പല വിദേശ രാജ്യങ്ങളിൽ ഹോൾ എടുത്ത് സുവിശേഷ യോഗങ്ങൾ ആരാധന നടത്തുന്നുണ്ട്.
അവിടെ നമുക്കൊരു ഓപ്ഷനല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പോലും, അല്ലെങ്കിൽ പള്ളി സ്വന്തമായിട്ട് പണിതെടുത്ത് പോലും നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന എന്തൊക്കെയാണ്? ഇത് ദൈവത്തിന് വിരുദ്ധമാണ്, ഇത് ക്രിസ്തുവിന് വിരുദ്ധമാണ്, ഇത് തിരുവചനത്തിനെതിരാണ്. ആയതുകൊണ്ട് ആരാധനാലയം ആരാധനയ്ക്കും ആരാധനയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടി മാത്രം 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 ഉപയോഗിക്കാൻ നമുക്ക് ഇടവരുത്തണം. അപ്പോൾ ദൈവാത്മാവ് അവിടെ ഇറങ്ങി വരും. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ നമ്മുടെ പല കൂനുകളും നിവർത്തപ്പെടും. അപ്പോൾ നമ്മളുടെ പാപത്തിൻ്റെ കൂന്, ഹൃദയം തകർന്നിരിക്കുന്ന കൂന്, വിഷമം പിടിച്ച കൂനുകൾ, നമ്മുടെ കുടുംബജീവിതത്തിൽ തകർന്ന കൂനുകൾ, ഇതെല്ലാം നിവർത്തപ്പെടും. സൗഖ്യം നമുക്ക് ലഭിക്കും. അഞ്ചാമത്തെ ചിന്ത പറയുകയാണ്, അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ കൂനിയായിരുന്നു. അവൾക്ക് ഒട്ടും നിവരുവാൻ സാധിച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ അഞ്ചാമത്തെ ചിന്ത നമ്മളോട് പറഞ്ഞു തരുന്ന വലിയ ചിന്ത എന്ന് പറയുന്നത്, വലിയ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ആ കൂനിയായ സ്ത്രീ എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? അവൾ ചെരിഞ്ഞായിരുന്നു നടന്നിരുന്നത്. തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ടായിരുന്നു. സെൽഫ് സെൻട്രിക് ആയിട്ടില്ലായിരുന്നു, മറ്റുള്ളവരെ നോക്കാതെ. ഇന്ന് സമൂഹത്തിൽ 3 തരത്തിലുള്ള മനുഷ്യരെ കാണുവാൻ സാധിക്കും. ഒന്ന്, സെൽഫ് സെൻട്രിക് ആയിട്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ. രണ്ടാമത്, മനുഷ്യരുടെ കാര്യം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്, അതേഴ്സ് സെൻട്രിക് ആയിട്ട്. എന്നാൽ യേശുക്രിസ്തു ഇവിടെ കൂനിയ മൂന്നാമത്തെ ചിന്തയിലോട്ട്, മൂന്നാമത്തെ മനുഷ്യർ തിയോസെൻട്രിക് ആയിട്ട്, ദൈവത്തെ നോക്കി യാത്ര, ദൈവത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യർ. ഇവിടെ സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള, തന്നിലേക്ക് മാത്രം നോക്കിയിരുന്ന കൂനിയായ സ്ത്രീ യേശു തിയോസെൻട്രിക് ആയിട്ട് രൂപാന്തരം വരികയാണ്, മാറ്റം വരികയാണ്. ആ സ്ത്രീയുടെ ശാരീരികമായ അവസ്ഥ അവളുടെ ആത്മീയവും സാമൂഹികവുമായ താഴ്ചയെ പ്രതിഫലിപ്പിക്കുന്നു. ലോകം അവളെ നോക്കിക്കണ്ടിരിക്കുന്ന അങ്ങനെയായിരുന്നു. പക്ഷെ അവൾ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിനോട് ചേർന്നിരുന്നപ്പോൾ, തന്നിലേക്കുള്ള നോട്ടം നിർത്തിയിട്ട് ക്രിസ്തുവിലേക്ക് നോക്കുവാനായിട്ട് ഇടവന്നു. നമ്മളും ഇങ്ങനെയായിരിക്കണം, ക്രിസ്തുവിലേക്ക് നോക്കുവാനായിട്ട് തയ്യാറാകണം. ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ നോക്കാതെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം, എൻ്റെ മക്കള്, എൻ്റെ പഠനം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജോലി, എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ വസ്തുവകൾ, എൻ്റെ ബിസിനസ്, ഞാൻ എന്നുള്ള ചിന്ത മാറ്റിവെക്കാം. നമ്മുടെ ആ കൂനുകളെല്ലാം മാറ്റിവെക്കാം. നമ്മളിലേക്ക് തന്നെ കൂനിപ്പോയിരിക്കുകയാണ്. ഇന്ന് മനുഷ്യരെല്ലാം കൂനിപ്പോയിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ ആ കൂനുകൾ നിവർത്താം. ക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ കൂന് നിവർത്തപ്പെട്ടു. ആ കൂനിയായ സ്ത്രീ സൗഖ്യമായി. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുമ്പോൾ നമ്മിലേക്കുള്ള നോട്ടം നിർത്തിയിട്ട് കർത്താവിലേക്കുള്ള നോക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാകും. അപ്പോൾ നമ്മുടെ പ്രതിസന്ധികളെല്ലാം മാറും. അപ്പോൾ നമ്മൾ ആ കൂന് നിവർത്തപ്പെടുമ്പോൾ നമ്മുടെ രോഗങ്ങളെല്ലാം മാറും, നമ്മുടെ മനസ്സിൻ്റെ തകർച്ചകളെല്ലാം മാറും. ക്രിസ്തുവിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം. ആറാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ കൂനിയായിരുന്നു. അവൾക്ക് ഒട്ടും നിവരാൻ സാധിച്ചിരുന്നില്ല. എന്നിട്ടും അവൾ ദേവാലയത്തിലേക്ക് വന്നു. ആറാമത്തെ ചിന്ത ഏതാണ് പറയുന്നത്? മെന്റാലിറ്റി ഓഫ് ഫേസിങ് ദ പീപ്പിൾ. മനുഷ്യരെ നോക്കുവാനുള്ള കൂനുണ്ടായിട്ടും അവൾ ഈ ദേവാലയത്തിൽ, അവൾക്ക് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആരെയും കാണേണ്ട ആവശ്യമില്ല, വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ മനുഷ്യരുടെ തിക്താനുഭവങ്ങൾ, മനുഷ്യരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അവൾ ദേവാലയത്തിലേക്ക് വന്നു. ആ സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ആറാമത്തെ ചിന്ത നമ്മളോട് പറയുന്നത്, ഈ ഒരു വലിയ ക്വാളിറ്റി നമുക്കുണ്ടോ? അവൾക്ക് ആലയത്തിലേക്ക് വന്നു. മനുഷ്യരവളെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. കൂനിയായ സ്ത്രീയെ, നിന്റെ കൂന് പിടിച്ചത് നിനക്ക് എന്തിനാണ്? അവളെ നോക്കി മനുഷ്യരെല്ലാം കൂന് പിടിച്ചിരിക്കുന്ന സ്ത്രീ കടന്നു പോകുമ്പോൾ അവരെ പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവൾ അതിനെയൊന്നും നോക്കാതെ, മനുഷ്യരുടെ പരിഹാസങ്ങളെ ഒന്നും നോക്കാതെ അവൾ ആലയത്തിലേക്ക് വന്നു. ഒരു പക്ഷേ ഈ ആറാമത്തെ ചിന്ത, ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരായിരിക്കാം. കുടുംബജീവിതത്തിൽ തകർച്ച ഉണ്ടായിരിക്കാം, ദേവാലയ ജീവിതത്തിൽ നമ്മുടെ ജോലി സ്ഥലത്ത് തകർച്ച ഉണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യരെ നോക്കിയല്ല അവൾ ആലയത്തിലേക്ക് വന്നത്, കർത്താവിനെ നോക്കിയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. വളരെ മോശമായ രീതിയിൽ നടത്തപ്പെട്ട ഒരു സ്ത്രീയെ റെയ്ഡ് ചെയ്ത് പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവരുടെ ഫോട്ടോയും വീഡിയോയും എല്ലാം പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. അവർക്ക് 2 പെൺകുട്ടികളായിരുന്നു. നല്ലതുപോലെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അവരുടെ മാതാവിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അവരും സമൂഹത്തിൽ ആ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. പക്ഷേ ആ പെൺകുട്ടികൾ തകർന്നില്ല. അവർ ആലയത്തിലേക്ക് എല്ലാ ഞായറാഴ്ചയും വന്നുകൊണ്ടിരുന്നു. മനുഷ്യരൊക്കെ ഒത്തിരി പരിഹസിച്ചു. മനുഷ്യരൊത്തിരി ഒരുപാട് അവരെ നോക്കിയിട്ട് പുച്ഛിച്ചു. അവരുടെ ജീവിതത്തിൽ കൂനുണ്ടായിരുന്നു. അവർക്ക് നിവർന്ന് നടക്കാൻ സാധിക്കില്ലായിരുന്നു.
പക്ഷെ അവർ ആലയത്തിലേക്ക് വന്നു, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ പോയി. അതിൽ ഇളയ കുട്ടി പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പക്ഷേ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഞങ്ങൾക്ക് ബലിപീഠം വിട്ടൊരു ജീവിതമില്ല, ഞങ്ങൾ ക്രിസ്തുവിനെ കാണാൻ വരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവ് ശരിയായിരിക്കില്ല, മാതാവ് ശരിയായിരിക്കില്ല, നമ്മുടെ കുടുംബ പശ്ചാത്തലം ശരിയായിരിക്കില്ല. പലതരത്തിലുള്ള കൂനുകൾ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലും മാതാവിൻ്റെ പിതാവിൻ്റെ ഒക്കെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, പലരുടെ ഒക്കെ ജീവിതത്തിലുണ്ടായിരിക്കാം. പക്ഷെ ആ കൂനുകളെയൊക്കെ വഹിച്ചുകൊണ്ട് തന്നെ ആലയത്തിലേക്ക് വരിക, ക്രിസ്തുവിലേക്ക് വരിക, അതാണ് ഈ കൂനിയായ സ്ത്രീ ചെയ്തത്. അതുപോലെ നമുക്ക് ജീവനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായ സ്ത്രീയാണ്. അവളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. ഒട്ടും നിവരാൻ കഴിയില്ല. ഒട്ടും നിവരാനാവാത്ത പ്രതിസന്ധിയാണ് നമുക്കിടെ ജീവിതത്തിൽ. ഒട്ടും നിവരാനാവാത്ത മനുഷ്യരുടെ പുച്ഛങ്ങളാണ്, ഒട്ടും നിവരാനാവാത്ത മനുഷ്യരുടെ കുത്തുവാക്കുകളാണ്, ഒട്ടും നിവരാനാവാത്ത പരിഹാസങ്ങളാണ്. ഈ പരിഹാസങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ, ആലയത്തിലേക്ക് വരുവാൻ, പ്രാർത്ഥിക്കുവാൻ കൂനിയായ സ്ത്രീ ചെയ്തതുപോലെ നമുക്കും സാധിക്കണം. ഏഴാമത്തെ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നാണ് പറയുന്നത്. 18 സംവത്സരം. യേശുക്രിസ്തു ഒരു പക്ഷേ അതിനു മുമ്പ് ഒക്കെയും പലപ്പോഴും ആ വഴി പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ പോയിട്ടുണ്ടായിരിക്കാം. യേശുക്രിസ്തു സൗഖ്യമാക്കുന്നവനാണ് എന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒരു പക്ഷെ അറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ 18 സംവത്സരം യേശുക്രിസ്തു പണ്ടേ അതിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ യേശുക്രിസ്തു സൗഖ്യം നൽകുന്ന അവൾ അറിഞ്ഞിട്ട് അവൾക്കൊക്കെയും വേണമെങ്കിൽ എന്നൊരു യേശുവിനെ തേടി പോകാമായിരുന്നു. പക്ഷേ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. അതേ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. സമയത്തിനു വേണ്ടി യേശുക്രിസ്തു എൻ്റെ അത്ഭുതത്തിന് വേണ്ടി അവൾ കാത്തിരുന്നു. ഒരു നീണ്ട കാത്തിരിപ്പിൻ്റെ കഥ പറഞ്ഞു തരികയാണ്. 18 വർഷം. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു നീണ്ട കാലയളവുണ്ട്. ആ സ്ത്രീ അത്രയും കാലം ശാരീരികമായും മാനസികമായും കഷ്ടത അനുഭവിച്ചു. അവളുടെ അവസ്ഥ രോഗാത്മാവ് വധിച്ചു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് അവളുടെ രോഗത്തിന് ഒരു ആത്മീയ മാനമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയം തികഞ്ഞപ്പോൾ യേശു ആ പള്ളിയിൽ വന്നു. അവളുടെ കഷ്ടതയുടെ ദൗർഘ്യം യേശുവിൻ്റെ ശക്തിക്ക് ഒരു തടസ്സമായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു വേദിയായി അവിടെ മാറ്റപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന പലരും നീണ്ട ജീവിതത്തിലെ പല പ്രതിസന്ധികളുടെ നടുവിലൂടെ പോയിട്ടുണ്ടായിരിക്കാം. നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്നും നമ്മുടെ പ്രശ്നം മാറും, എന്നും നമ്മുടെ ദുഃഖം മാറും, എന്നും ഈ നിരാശ മാത്രമുള്ളൂ, എന്നും ഈ പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. ഈ കൂനിയായ സ്ത്രീയുടെ ജീവൻ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ഇപ്രകാരമാണ്. ഒരു ദിവസം നമ്മുടെ ജീവിതത്തിന് സൗഖ്യം കിട്ടും, നമ്മുടെ രോഗങ്ങൾക്ക്, നമ്മുടെ കൂനുകൾക്ക് സൗഖ്യം കിട്ടും. അതിനുവേണ്ടി കാത്തിരിക്കുക. 1 അല്ല, 2 അല്ല, 3 അല്ല, 18 വർഷം കാത്തിരിക്കേണ്ടി വന്നാലും, പല വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും നമ്മൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അത്ഭുതങ്ങൾ ലഭിക്കും. ആ ഒരു ഉറച്ച വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മോണിക്ക വിശുദ്ധ അഗസ്റ്റിന് വേണ്ടി 1 അല്ല, 2 അല്ല, 3 അല്ല, 5 അല്ല, 10 അല്ല, ഇവിടെ വേദപുസ്തകത്തിൽ കാണുന്ന പോലെ 18 അല്ല, 30 വർഷം പ്രാർത്ഥിച്ചപ്പോൾ അവനിൽ മാനസാന്തരമുണ്ടായി. ആഫ്രിക്ക മുഴുവൻ അവരുടെ സഭ വളരാനുള്ള കാരണം ആ 30 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. ആ കൂന് പിടിച്ച, ആ പാവം പിടിച്ച സ്ത്രീ 30 വർഷം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരുടെ മകനിലൂടെ ആ കൂന് നിവൃത്തി സൗഖ്യമാക്കി. ആ മകൻ്റെ കൂന് നിവരാൻ വേണ്ടി, ആ പാവം പിടിച്ച കൂന് പിടിച്ച ആ മകൻ്റെ ജീവിതം നേരെയാകാൻ വേണ്ടി, പാപത്തിൻ്റെ കൂന് പിടിച്ച മനുഷ്യൻ മാനസാന്തരപ്പെടുവാൻ 30 വർഷം പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, കൂനുകൾ വരുമ്പോൾ നിർത്താതെ പ്രാർത്ഥിക്കണം. ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. മധ്യ കേരളത്തിൽ നമ്മുടെ സഭയിൽപ്പെട്ട ഒരു പാവം പിടിച്ച സ്ത്രീ 50 വർഷമായിട്ട് തൻ്റെ ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ പോവുകയായിരുന്നു. സന്ധിവാതത്തിന് അടിമപ്പെട്ടതായിരുന്നു. അവരോട് പലരും വന്ന് പറഞ്ഞു, ആ പ്രാർത്ഥനായോഗത്തിൽ പോകുവാൻ, അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ പോകുവാൻ, അല്ലെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, കണ്ണുനീരോടെ പറഞ്ഞു, ഞാൻ എൻ്റെ ഇടവക പള്ളി വിട്ടെങ്ങും പോവുകയില്ല. പ്രിയമുള്ളവരെ, അവളുടെ ജീവിതത്തിൽ 68-ാമത്തെ വർഷം വയസ്സിൽ അവളുടെ ജീവിതത്തിൽ കർത്താവ് അവളുടെ പള്ളിയിലെ ആരാധനയുടെ സമയത്ത് അവൾ കണ്ണുനീരോടെ കൈരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് നീ സൗഖ്യം നൽകണമേ. അതെ, വർഷങ്ങൾക്ക് ശേഷം അവളുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാവുകയാണ്. 50 വർഷത്തിന് ശേഷം, 52 വർഷത്തിന് ശേഷം 68-ാമത്തെ വയസ്സിൽ അവൾക്ക് കർത്താവ് അവളിൽ നിന്ന് സന്ധിവാതം എന്ന രോഗം പരിപൂർണമായി മാറ്റപ്പെടുകയാണ്.
പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ദൈവവചനത്തോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പറയുകയാണ്, ദൈവം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ താമസിക്കുന്നത് നമ്മെ നിരസിക്കാനല്ല, മറിച്ച് നമ്മുടെ ആഗ്രഹത്തെ കൂടുതൽ ശക്തമാക്കുവാനും നമുക്ക് ലഭിക്കുന്ന വരം കൂടുതൽ വിലപ്പെട്ടതാക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുകയാണ്, കഷ്ടതയുടെ നീണ്ട കാലയളവ് നിങ്ങളുടെ വിശ്വാസത്തെ ഇളക്കരുത്. ഓർക്കുക, ലാസറിനെ വിളിക്കുന്നതിന് മുമ്പ് 4 ദിവസം കാത്തിരുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ കാത്തിരിപ്പ് മരണത്തിന്മേൽ അവൻ്റെ വിജയത്തെ കൂടുതൽ മഹത്വപ്പെടുത്തി. കൈസരിയയിലെ വിശുദ്ധ ബസേലിയോസ് പറയുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കുന്നവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാത്തിരിപ്പെന്ന് പറയുന്നത് നിഷ്ക്രിയത്വമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള സജീവമായ പ്രതീക്ഷയാണ്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, നിന്റെ ദുഃഖത്തിൻ്റെ വർഷങ്ങൾ എണ്ണരുത്, പകരം ആ വർഷങ്ങളിൽ ദൈവം നിനക്കായി ഒരുക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണുക. ഓരോ കണ്ണുനീർത്തുള്ളിയും ഓരോ മുത്തായി മാറുന്ന നാളിനായി കാത്തിരിക്കുക. വിശുദ്ധനായ ഈജിപ്തിലെ മക്കാറിയോസ് പറയുകയാണ്, ആത്മാവ് ദൈവത്തെ അന്വേഷിക്കുന്നത് വരെ കാത്തിരിക്കുന്നു. കാത്തിരിപ്പിലൂടെയാണ് നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നത്. കാത്തിരിപ്പിലൂടെയാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ യോഗ്യമാകുന്നത്. അക്കൂനിയായ സ്ത്രീയുടെ 18 വർഷത്തെ ഇരുട്ട് ഒരു നിമിഷത്തെ വെളിച്ചത്തിന് മുമ്പിൽ അത് മായുകയാണ്. അതായത് ദൈവത്തിൻ്റെ സൗഖ്യത്തിന് നിമിഷം മുൻകാല കഷ്ടതകളെല്ലാം മറികടക്കും. കാത്തിരിപ്പ് കഠിനമാണ്, പക്ഷേ അതിൻ്റെ ഫലം മധുരമാണ്. നീണ്ട പ്രതിസന്ധിക്ക് ശേഷമുള്ള വിടുതൽ അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. കാലം ദൈവത്തിൻ്റെ കൈകളിലാണ്. അവൻ്റെ സമയം തികയുമ്പോൾ അവൻ പ്രവർത്തിക്കും. നമ്മുടെ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് നാം ആകുലപ്പെടേണ്ടതില്ല. പ്രിയമുള്ളവരെ, കാത്തിരിപ്പ് വിശ്വാസത്തിൻ്റെ കണ്ണാടിയാണ്. അതിൽ നമ്മുടെ ആശ്രയത്തിൻ്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നു. എത്ര നേരം കാത്തിരിക്കാൻ നമുക്ക് കഴിയുമെന്നത് നാം ദൈവത്തിൽ എത്രമാത്രം ആശ്രയിക്കുന്നു എന്ന് കാണിക്കുന്നു. സങ്കീർത്തന പുസ്തകം 40-1 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കർത്താവിനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടുവെന്ന് നമുക്ക് സങ്കീർത്തന പുസ്തകം 40-1 വാക്യം പറയുന്നുണ്ട്. മരണം വരെയും വിശ്വസ്തനായിരുന്നാൽ ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 2-10 വാക്യം പറയുന്നുണ്ട്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതെങ്കിലും പ്രതിസന്ധി ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? രോഗം സൗഖ്യമാക്കുവാൻ, മക്കളുടെ വിവാഹം നടക്കുവാൻ, നല്ലൊരു വീട് ലഭിക്കുവാൻ, നല്ലൊരു വാഹനം ലഭിക്കുവാനായിട്ട്, നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട്, ഒരു കുഞ്ഞ് ലഭിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി ലഭിക്കുവാനായിട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നമ്മൾ പലരും കാത്തിരിക്കുന്നവരാണ്. കൂനിയായ സ്ത്രീ 18 വർഷമാണ് കാത്തിരുന്നത്. കർത്താവ് അവളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അവൾ ക്ഷമയോടെ കാത്തിരുന്നു. നമ്മളും ക്ഷമയോടെ കാത്തിരുന്നാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 8ാമത്തെ ചിന്തയും ഇത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. 8ാമത്തെ ചിന്ത ഇതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമാണ് നമുക്ക് കാണുന്നത്. 8ാമത്തെ ചിന്തയിൽ എങ്ങനെയാണ്, ഈ 18 വർഷം, ഇത്രയധികം വർഷം അവൾ വെറുതെ കാത്തിരിക്കുകയല്ല. 8ാമത്തെ ചിന്ത ഏതാണ് പറയുന്നത്? അവൾ കണ്ണുനീരോടും പ്രയാസങ്ങളോടും ദുഃഖങ്ങളോടും കൂടിയാണ് കാത്തിരുന്നത്. അതായത് 8ാമത്തെ ചിന്ത എങ്ങനെയാണ്, ദ വുമൺ ബോൺ ബൈ സഫറിങ്. ഈ കൂനിയെ പിടിച്ചിരിക്കുന്ന സമയം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ശരിക്കും നടക്കാൻ പറ്റില്ല, പുറകിലോട്ട് നോക്കാനായിട്ട് പറ്റാൻ ബുദ്ധിമുട്ടാണ്, ശരീരം മുഴുവൻ തിരിയണം, മുകളിലേക്ക് നോക്കാൻ പറ്റില്ല. അവൾ ആകാശം കണ്ടിട്ടില്ലായിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആകാശം കാണാതിരിക്കുന്ന അവസ്ഥ, കഷ്ടത നിറഞ്ഞ ജീവിതം. പ്രിയമുള്ളവരെ, ആകാശം എത്ര മനോഹരമാണ്. ഈ ലോകത്തിന്റെ ആകാശങ്ങൾ കാണാൻ സാധിക്കാത്ത പല മനുഷ്യരുമുണ്ട്. കൂനി പിടിച്ച് കഷ്ടതയുടെ നടുവിലൂടെ പോകുന്നവർ, പ്രയാസങ്ങളുടെ നടുവിലൂടെ പോകുന്നവർ. നിന്റെ ആകാശം ചെറുതായി പോയിരിക്കുന്ന അവസ്ഥ, കൂനി പിടിച്ചു പോയിരിക്കുന്ന അവസ്ഥ പലരും ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇടുങ്ങിപ്പോയ ആകാശത്തിന്റെ ഉടമയാണോ നിങ്ങൾ? ആകാശങ്ങളെ നോക്കുവാൻ പോലും സാധിക്കാതെ കഷ്ടതയുടെ നടുവിലൂടെ പോകുന്ന അവസ്ഥയാണ്. കർത്താവ് നിനക്ക് സൗഖ്യം തരും. പ്രിയമുള്ളവരെ, ഓസ്ട്രേലിയയില് നിക് വൂജിസിക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. നിങ്ങളെല്ലാവരും യൂട്യൂബിലൂടെ അദ്ദേഹത്തെ പ്രസംഗം കണ്ടിട്ടുള്ളതാണ്. കൈകാലുകളില്ലാത്ത ജനിച്ചൊരു മനുഷ്യനാണ്, പാവം പിടിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നിരാശയുടെ നടുവിലൂടെ കടന്നുപോയില്ല. ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ ബാല്യത്തിൽ വലിയ നിരാശ അനുഭവിച്ചു. എന്നാൽ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ, ദൈവവിശ്വാസത്തിലൂടെ ചേർന്നിരുന്നപ്പോൾ, അവനവൻ്റെ ജീവിതത്തിൽ ആ നിരാശകളെല്ലാം മാറ്റി ക്രിസ്തുവിനോട് ചേർന്നിരുന്നു. ഇന്ന് ലോകമെമ്പാടും അദ്ദേഹം യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി മാറി. കഷ്ടതകളിലും വിശ്വാസം നിലനിർത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 8ാമത്തെ ചിന്തയും അത് തന്നെയാണ് പറയുന്നത്. കഷ്ടതകളാൽ ബന്ധിക്കപ്പെട്ട ആ പാവം പിടിച്ച സ്ത്രീ മനുഷ്യരെ നോക്കിയില്ല, കർത്താവിനെ നോക്കി.
ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ഈ 8ാമത്തെ ചിന്ത പറയുന്നത്, നിനക്ക് ആ കൂനിയ സ്ത്രീയെ പോലെ കഷ്ടതയുണ്ടെങ്കിൽ നീ മനുഷ്യരെ നോക്കണ്ട. മനുഷ്യരാരും നിന്റെ കഷ്ടതയിൽ വരില്ല, നിന്റെ കർത്താവ് മാത്രമേ വരുള്ളൂ. വീണ്ടും വാനമേഘത്തിൽ വരുന്ന യേശു എന്ന ദൈവം ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശു എന്ന ദൈവം നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളെ മാറ്റും. ആ കൂനിയായ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ മാറ്റിയതുപോലെ, നിക് ഉജിസിക്കിൻ്റെ കഷ്ടത മാറ്റിയതുപോലെ നിന്റെ ജീവിതത്തിൻ്റെയും കഷ്ടത മാറ്റിത്തരാൻ കർത്താവിന് സാധിക്കും. ചില കഷ്ടതകൾ വർഷങ്ങളോളം തുടരാം, എന്നാൽ ദൈവം അവയെ കാണുന്നില്ലെന്ന അർത്ഥമല്ല. ഈ സ്ത്രീ 18 വർഷം കഷ്ടത അനുഭവിച്ചു. എന്നിരുന്നാലും അവൾ ദൈവത്തെ തേടി. ദീർഘകാല കഷ്ടതകൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരിക്കാം. ഈ പാവം പിടിച്ച സ്ത്രീയുടെ ലോകം എപ്പോഴും താഴോട്ടായിരുന്നു. ദൈവവചനത്തോട് ചേർന്നിരുന്ന് ഓർമ്മിപ്പിക്കട്ടെ, നിന്റെ ജീവിതം കഷ്ടതയുടെ, നിന്റെ ജീവിതം താഴോട്ട് പോകുന്ന അവസ്ഥയാണെങ്കിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. 9ാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, ഈ കൂന് പിടിച്ച സ്ത്രീ വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും മറ്റുള്ളവരുടെ സഹായത്താൽ ദേവാലയത്തിൽ വന്നുവെന്ന് കാണുന്നില്ല. അവൾ യേശുക്രിസ്തു സംഘാലയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂന് പിടിച്ചൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 18 വർഷമായിട്ട് അവൾ അവിടെ ഉണ്ടായിട്ടും അവളെ നോക്കുവാൻ, അവളെ പരിചരിക്കുവാൻ, അവളോട് ചേർന്ന് നിൽക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ട എവൻഗേലിയം വേദഭാഗത്തില് വീടിന്റെ മേൽക്കൂര പൊളിച്ച് 4 പേര് അദ്ദേഹത്തെ സൗഖ്യമാക്കുവാനായിട്ട് അവനെയും കൊണ്ട് കടന്നു വന്നു. ആരുമില്ലാത്തവളായിരുന്നു ഈ കൂനിയ സ്ത്രീ. ഒരുപക്ഷെ ജീവിതത്തിൽ ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ കൂന് പിടിച്ചു പോയ ഒരു വ്യക്തിയായിരിക്കാം നീ. തനിച്ച് യാത്ര ചെയ്തവളാണ്. 9ാമത്തെ ചിന്ത ഏതാണ് പറയുന്നത്? കൂനിയായ സ്ത്രീ കുനിഞ്ഞു നടക്കുകയാണ്. മനുഷ്യരിങ്ങനെയാണ്. നമ്മുടെ കൂനുകളെയൊക്കെ ഒരു കാലത്തും നിവർത്തുവാൻ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യർക്ക് എപ്പോഴും നമ്മൾ കുനിഞ്ഞു നടക്കുന്നതാണ് ഇഷ്ടം. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ഗ്രാമത്തിലെല്ലാവരും കുനിഞ്ഞാണ് നടന്നിരുന്നത്. അത് അവർക്കൊരു ശീലമായിരുന്നു. ഒരു അപരിചിതൻ ആ ഗ്രാമത്തിൽ വന്നു. അവൻ നിവർന്നു നിന്ന് നടന്നു. ഗ്രാമവാസികളെല്ലാം അവനെ കണ്ട് ഭയപ്പെട്ടു. അവർ പറഞ്ഞു, ഇവനൊരു രാക്ഷസനാണ്, ഇവൻ നമ്മളെ ഭക്ഷിക്കും. അവർ അവനെ ആക്രമിച്ചു. അപരിചിതർ അവരോട് പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ തന്നെ. പക്ഷെ അവരാരും വിശ്വസിച്ചില്ല, കാരണം അവൻ നിവർന്നു കിടക്കുകയായിരുന്നു. അവസാനം ഒടുവിൽ അവൻ അവരെ പോലെ കുനിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ അവർ അവനെ സ്വീകരിച്ചു. ഈ ഉപമ നമ്മുടെ പരിമിതികളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഭയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പരസഹായമില്ലാതെ നിവർന്നു നടക്കുവാനായിട്ട് സമൂഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തു അവർക്ക് സൗഖ്യം കൊടുത്തതിന് ശേഷം നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത്, അവൻ്റെ ശാബത്ത് ദിവസത്തെ കുറിച്ച് വേറെ ദിവസങ്ങളിൽ വന്ന് സൗഖ്യമാക്കണം എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്ന യഹൂദന്മാരെ കാണുവാൻ സാധിക്കുന്നത്. ആ സമൂഹം അവളെ കൂനിയായിട്ട് തന്നെ കാണുവാനായിട്ടായിരുന്നു ഇഷ്ടപ്പെട്ടത്. അവൾക്ക് ആരുടെയും സഹായമില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. നമ്മൾ കൂനി നടക്കുമ്പോൾ നമുക്ക് ആരുടെയും സഹായം കാണില്ല. മനുഷ്യരൊക്കെ നമ്മളെ പുച്ഛിച്ചുകൊണ്ടിരിക്കും. മനുഷ്യരൊക്കെ നമ്മളെ വെറുത്തുകൊണ്ടിരിക്കും. എന്നാലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഓർമ്മിപ്പിക്കട്ടെ, 9ാമത്തെ ചിന്ത അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. സ്വയം നിവർന്നു നിൽക്കുവാനായിട്ട് കൂന് പിടിച്ച് ജീവിതമായിട്ട് പോകുമ്പോൾ ആരും സ്വയം നിവർന്നു നിൽക്കുവാനായിട്ട് നമ്മളെ സഹായിക്കില്ല. മനുഷ്യർക്കെല്ലാം നമ്മൾ കുനിഞ്ഞ് തന്നെ നടക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ കർത്താവ് സ്വയം നിവർന്നു നിൽക്കുവാൻ നമ്മളെ സഹായിക്കും. അവനിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. 10ാമത്തെ ചിന്ത ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, 11ാമത്തെ വാക്യം പറയുകയാണ്, അവിടെ 18 സംവത്സരമായ രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇവിടെ രോഗം ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നല്ല, രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ. സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, ദ അറ്റാക്ക് ഓഫ് ദ വിസിബിൾ എനിമി. രോഗാത്മാവ് ഒരു അദൃശ്യ ശത്രുവിന്റെ ആക്രമണം. രോഗാത്മാവ് എന്ന ഈ വാക്ക് നമ്മെ പഠിപ്പിക്കുന്നത്, ആ സ്ത്രീയുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകൾക്കും പിന്നിൽ, ആ രോഗത്തിന്റെ പിന്നിൽ ഒരു ആത്മാവ്, ഒരു അദൃശ്യ ശക്തി ഉണ്ടായിരുന്നു. പാവം, രോഗം, ദുഃഖം എന്നിവയിലൂടെ സാത്താൻ മനുഷ്യനെ ബന്ധിക്കുകയാണ്. ആ സ്ത്രീയെ ബന്ധിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് രോഗം സൗഖ്യമാക്കി എന്ന് നാം കാണുന്നതിലുപരിയായിട്ട് രോഗാത്മാവ് സൗഖ്യമാക്കി, രോഗത്തോടൊപ്പം തന്നെ അവളുടെ ആത്മാവിനെയും സൗഖ്യമാക്കും. അതാണ് 10ാമത്തെ ചിന്ത. ഇന്ന് പലപ്പോഴും രോഗം മാറിയിട്ട് മനുഷ്യർക്ക് സന്തോഷം കാണുന്നില്ല. പലർക്കും ജീവിതത്തിൽ സാമ്പത്തികമായി തകർന്നിരുന്നു. എങ്ങനെയെങ്കിലും സമ്പത്ത് കിട്ടിയായിരുന്നെങ്കിൽ അവർ പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പല സമ്പത്ത് ലഭിക്കുന്നു. പക്ഷെ എന്നിട്ട് മനുഷ്യന് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ല. ഇവിടെ കർത്താവ് സൗഖ്യമാക്കുന്നത് രോഗത്തെ മാത്രമല്ല, അവളുടെ ആത്മാവിനെയും സൗഖ്യമാക്കുകയാണ്. അതാണ് 10ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്.
അവളുടെ ശരീരത്തിൽ യുദ്ധം നടക്കുന്ന രോഗത്തോടെ അതോടൊപ്പം തന്നെ ആത്മാവിന്റെ യുദ്ധം, ആത്മീയമായൊരു യുദ്ധം നടക്കുന്നുണ്ട്. നാം ജാഗ്രതയോടെ ഇരിക്കണം, പ്രാർത്ഥനയോടെ ഇരിക്കണം. ആ സ്ത്രീ രോഗാത്മാവ് ബാധിച്ചപ്പോൾ അവൾ ആലയത്തിലേക്ക് വന്നു. നമ്മളും അങ്ങനെയായിരിക്കണം. നമ്മുടെ പൈശാചിക ബന്ധനങ്ങളുടെ നടുവിലൂടെയാണെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കരുത്, ആലയത്തിലേക്ക് വരണം. കർത്താവ് നമുക്ക് സൗഖ്യം നൽകും. രോഗാത്മാവെന്ന പദപ്രയോഗം സൂചിപ്പിക്കുന്നത് അവളുടെ രോഗത്തിന് പിന്നിൽ മറ്റൊരു ശക്തി കൂടി ഉണ്ടായിരിക്കാം. ശാരീരിക ലക്ഷണങ്ങളെ മാത്രം നാം രോഗത്തിൻ്റെ ലക്ഷണങ്ങളായി കാണരുത്, അതിൻ്റെ മറ്റ് ആത്മീക വേരുകളും കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കും. ഉദാഹരണമായി പറഞ്ഞൊരു കമ്പ്യൂട്ടറിൽ വൈറസ് ബാധിച്ചാൽ അത് പ്രവർത്തിക്കും, പക്ഷെ അതിന് ശരിയായ പ്രവർത്തനം ഉണ്ടാവില്ല. പല ഫയലുകൾ നഷ്ടപ്പെടാം, പല പ്രോഗ്രാമുകൾ നഷ്ടപ്പെട്ടു പോകാം. അത് ശരിയാക്കാനായിട്ട് ആൻറ്റിവൈറസ് വേണം. നമ്മുടെ ജീവിതത്തിലും ചില വൈറസുകൾ ഉണ്ടായേക്കാം. അവയെ നീക്കാൻ യേശുവിൻ്റെ രക്തമെന്ന ആൻറ്റിവൈറസ് വേണം, കർത്താവിൻ്റെ വചനം എന്ന ആൻറ്റിവൈറസ് വേണം, വിശുദ്ധ കുർബാന എന്ന ആൻറ്റിവൈറസ് വേണം. നമ്മളാകുന്ന കമ്പ്യൂട്ടറിനെ രൂപാന്തരപ്പെടുത്തുവാൻ, മനോഹരമായി നിലനിൽക്കുവാൻ. ഒരു മത്സ്യത്തിന് വെള്ളത്തിൽ നിന്ന് പുറത്ത് ജീവിക്കാൻ കഴിയില്ല, അതുപോലെ ഒരു ആത്മാവിന് ദൈവത്തിൽ നിന്ന് അകന്ന്, ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയില്ല. ദുഷ്ടാത്മാവ് ദൈവത്തിൽ നിന്ന് അകന്ന ആത്മാവാണ്, അത് മനുഷ്യനെയും അകറ്റാനായിട്ട് ശ്രമിക്കും. ഇവിടെ രോഗാത്മാവ് എന്ന പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസ്യൂസ് പറയുന്നത്, സാത്താൻ മനുഷ്യനെ ബന്ധിക്കുന്നത് രോഗത്തിലൂടെയും പാപത്തിലൂടെയുമാണ്. എന്നാൽ ദൈവപുത്രൻ വന്ന് ഈ ബന്ധനങ്ങളെ രണ്ടും നശിപ്പിക്കാൻ വന്നത്, ദൈവപുത്രൻ വന്ന് ഈ ബന്ധനങ്ങൾ രണ്ടും നശിപ്പിക്കാനാണ്. അവൻ്റെ മരണത്താൽ അവൻ മരണത്തെ ജയിച്ചു, അവൻ്റെ പുനരുത്ഥാനത്താൽ നമുക്ക് ജീവൻ നൽകി. ഈ വിഷയത്തെക്കുറിച്ച് ലേഖനം എഴുതിയ സ്വർണ്ണനാവുകാരൻ ഇവാനോസ് പറയുകയാണ്, രോഗാത്മാവ് എന്നത് ഒരു സാത്താൻ്റെ പ്രവർത്തനമാണ്. അവൻ ശരീരത്തെ ബാധിക്കുന്നു, പക്ഷെ ആത്മാവിനെ ബാധിക്കാൻ കഴിയില്ല. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ ഉറച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭയപ്പെടാനില്ല. അതുകൊണ്ടാണ് അഞ്ചാം പേരുറക്കുന്ന വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നത്, ഈ സ്ത്രീയെ 18 വർഷം ബാധിച്ച രോഗാത്മാവ് എല്ലാ മനുഷ്യരെയും പാപത്താൽ ബന്ധിച്ചിരിക്കുന്ന സാത്താന്റെ പ്രതീകമാണ്. ക്രിസ്തു വന്ന് ആ ബന്ധനം ഭേദിച്ചു, നമ്മെ സ്വതന്ത്രരാക്കി. വിശുദ്ധനായ അപ്രയം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു പ്രാർത്ഥന പാടുന്നുണ്ട്. കർത്താവേ, ഞങ്ങളെ ബന്ധിക്കുന്ന രോഗാത്മാക്കളെ പുറത്താക്കണമേ, ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും സുഖപ്പെടുത്തണമേ. നിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. പിതാക്കന്മാർ, സുറിയാനി സഭയുടെ പിതാക്കന്മാർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്, രോഗത്തോടൊപ്പം തന്നെ ഒരു ദുഷ്ടാത്മാവും നമ്മളോടൊപ്പം ഉണ്ട്. യേശുക്രിസ്തു സൗഖ്യം നൽകുന്ന രോഗത്തിന് മാത്രമല്ല, നമ്മുടെ ആത്മാവിനും കൂടിയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ശരീരത്തോടൊപ്പം തന്നെ നിന്റെ ആത്മാവിന് എന്തെങ്കിലും ബന്ധനമുണ്ടോ? ഒരു ദുശീലമുണ്ടോ? ഭയമുണ്ടോ? മാനസിക പ്രതിസന്ധികളുണ്ടോ? ഡിപ്രഷനുണ്ടോ? അതുമൂലം നിന്റെ ശരീരത്തിനും മനസ്സിനും ഒക്കെ രോഗങ്ങളുടെ നടുവിലൂടെ പോവുകയാണോ? നീ ഒരു രോഗാത്മാവ് ബാധിച്ച വ്യക്തിയാണോ? കർത്താവിന് നിന്റെ രോഗാത്മാവിനെ സൗഖ്യമാക്കുവാൻ സാധിക്കും. നിന്റെ രോഗത്തോടൊപ്പം നിന്റെ ആത്മാവിനെയും സൗഖ്യമാക്കാൻ സാധിക്കും. 11ാമത്തെ ചിന്ത നമുക്ക് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12ാമത്തെ വാക്യം, 13ാം അധ്യായം 12ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. യേശു അവളെ കണ്ടു, അവളെ വിളിച്ചു, അവളോട്, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ അഴിച്ചുവിടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ തൻ്റെ കൈവച്ചു. അതെ, 11ാമത്തെ ചിന്ത നമ്മളോട് പറയുകയാണ്, ജീസസ് സോ ഹെർ ആൻഡ് കോൾ ഹെർ. യേശു അവളെ കണ്ടു, അവളെ യേശു വിളിച്ചു. പലരും നമ്മളെ കാണുന്നില്ലായിരിക്കാം. കൂന് പിടിച്ച മനുഷ്യൻ്റെ ശരീരം. ദിനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, കൂന് പിടിച്ചൊരവസ്ഥയാണോ? പാപത്തിൻ്റെ കൂനാണോ നിനക്ക്? ദുഃഖത്തിൻ്റെ കൂനാണോ? നിന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മ്ലേച്ഛതയുടെ കൂനാണോ? കുടുംബജീവിതത്തിൻ്റെ കൂനാണോ? ആരും നമ്മളെ കാണില്ല, ആരും നമ്മളെ മനസ്സിലാക്കില്ല. പക്ഷേ യേശു നമ്മളെ കാണും. യേശു നമ്മളെ വിളിക്കുകയാണ്, യേശുക്രിസ്തു വിളിക്കുകയാണ് നമ്മളെ. ഈ കൂന് നിവർത്താൻ അവനെ കൊണ്ട് സാധിക്കും. ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മുടെ ദുഃഖം മാഞ്ഞു പോകില്ല. ലോകം നമ്മളെ കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. ഈ സ്ത്രീ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ യേശു കണ്ടത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ വേദനയും അറിയുന്നു. ദൈവത്തിൻ്റെ ശ്രദ്ധ മനുഷ്യന് വലിയ ആശ്വാസമാണ്. പല കണ്ണുകളും അവളെ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ യേശുവിൻ്റെ കണ്ണ് അവളെ കണ്ടു. പല കണ്ണുകളും കണ്ടിട്ട് സഹായിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ യേശുവിൻ്റെ കണ്ണ് അവളെ കണ്ടപ്പോൾ അവനെ സഹായിച്ചു. യേശുവിൻ്റെ കണ്ണിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അത് കരുണാമയമായ കണ്ണായിരുന്നു. അതുകൊണ്ട് അവളെ വിളിച്ചു. കരുണ മനുഷ്യൻ്റെ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു.
അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും കരുണയുള്ള കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ, കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കരുണയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കുകയാണ്. നമ്മുടെ കർത്താവ് കരുണയുള്ള കർത്താവാണ്. വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും യേശുക്രിസ്തു തകർന്നവരെ തള്ളിക്കളഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തെ അറിയുന്നു, അവൻ നമ്മെ കാണുന്നു, അവൻ നമ്മെ വിളിക്കുന്നു. അവനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. 12ാമത്തെ ചിന്ത, യേശുവിൻ്റെ വിളി വളരെ പ്രധാനപ്പെട്ടതാണ്. ദ കോൾ ഓഫ് കമ്പാഷൻ. സ്നേഹത്തോടെ കരുണയോടെ ഉള്ള യേശുവിൻ്റെ വിളി. യേശു അവളെ കണ്ട് അവളെ വിളിച്ചു എന്നാണ് പറയുന്നത്. വിശുദ്ധ ലൂക്കോസ് 13:12 വിളിച്ചു. കണ്ടു എന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശു അവളെ വിളിക്കുകയാണ്. നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മളെ അന്വേഷിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ വേറെ ചിന്ത കൂടി ഉണ്ട്. യേശു അവളെ വിളിച്ചപ്പോൾ അവൾ മടിച്ചു നിന്നില്ല. നമ്മളുടെ ഈ 12ാമത്തെ ചിന്ത നമ്മളോട് പറയുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ വിളി കേൾക്കുമ്പോൾ ഉടൻ തന്നെ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാകണം. അഹങ്കാരമോ ഭയമോ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിരുന്ന് അവൻ്റെ വിളി സ്നേഹത്തിൻ്റെ വിളിയാണ്. അത് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ കൂനുകൾ നിർത്തപ്പെടുവാൻ സാധിക്കുകയുള്ളൂ, അത്ഭുതങ്ങൾ നടക്കുവാൻ സാധിക്കുകയുള്ളൂ. യേശു അവളെ അടുക്കൽ വിളിച്ചു. പാപികളും രോഗികളും യേശുവിനെ സമീപിക്കപ്പെടാൻ ഭയപ്പെടേണ്ടതില്ല. അവൻ അവരെ അകറ്റി നിർത്തുന്നതല്ല, ചേർത്ത് പിടിക്കുന്നവനാണെന്നുള്ള വലിയ സത്യം കൂടി ഇവിടെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. യേശു വിളിച്ചപ്പോൾ അവൾ മടിച്ചു നിന്നില്ല, അവൾ പുറകോട്ട് മാറിയില്ല. അയ്യോ, കൂന് പിടിച്ച ഒരാളാണല്ലോ, അവൾ മാറിയില്ല. യേശുവിൻ്റെ വിളിയെ അവൾ സ്വീകരിച്ചു. നമ്മൾ കർത്താവിൻ്റെ വിളിയെ സ്വീകരിക്കുന്നവരാണോ? 12ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യേശു വിളിച്ചപ്പോൾ അവൾ മടി കൂടാതെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവളെ സൗഖ്യമാക്കി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിയെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് അനങ്ങാൻ പാടില്ലാതെ ചാക്കിൽ കെട്ടിയിട്ട് ഒരു ഇരുട്ട് മുറിയിൽ പൂട്ടിയിട്ടെന്ന് വിചാരിക്കുക. ഭയചകുലതയോടെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ സ്നേഹത്തോടെ പേര് ചൊല്ലി വിളിക്കുകയാണെന്ന് വിചാരിക്കുക. ഇരുട്ടറയിലിരിക്കുന്ന ഒരാളെ പേര് ചൊല്ലി വിളിച്ചാൽ അയാൾക്ക് വലിയ ആശ്വാസം ലഭിക്കും. അതുപോലെയായിരുന്നു ആ പാവം പിടിച്ച സ്ത്രീയെ യേശു വിളിച്ചത്. പലപ്പോഴും ഞാൻ ഈ സഭയിൽ പല വൈദികരെയും മെത്രാപ്പോലിത്തമാരിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, എത്ര വർഷം കഴിഞ്ഞാലും ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചിലരുടെ കഴിവാണ്. അവരുടെ പേരുകൾ ഓർത്തിരിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ അറിയാൻ സാധിക്കും. ആ പേര് ചൊല്ലി വിളിക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാനൊരിടത്ത് പള്ളി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 17 വർഷം മുമ്പ് കണ്ട ഒരു വ്യക്തിയെ ആ പള്ളിയിൽ 17 വർഷങ്ങൾക്ക് ശേഷം ഒരു മെത്രാപ്പോലിത്ത കടന്നു വന്നപ്പോൾ പേര് ചൊല്ലി വിളിച്ചു. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടി അന്നുവരെ സഭയോടും മെത്രാപ്പോലിത്തമാരോടും വൈദികരോടൊക്കെ ചില തിക്താനുഭവം ഉണ്ടായിട്ട് ദേഷ്യപ്പെടുകയും വിഷമിച്ചിരിക്കുകയൊക്കെ ചെയ്ത് സഭ വിട്ടു പോകണമെന്ന് വരെ ചിന്തിച്ചിരുന്ന വ്യക്തി സഭയോടും ദേവാലയത്തോടും കുടുംബത്തോടൊക്കെ വിശുദ്ധ കുർബാനോടൊക്കെ വലിയ അടുത്തുവരവുകൾ, അതായത് ഒത്തിരി അധികം ദേവാലയത്തോട് ചേർന്നിരിക്കുവാനായിട്ട് അവർക്ക് വന്നു. ഈ ഒറ്റ വിളി, ഈ ഒറ്റ ഒരു പരിചയപ്പെടൽ, ഈ ഒരൊറ്റ സംസാരം, ആ കണ്ട വഴി തന്നെ, ആ മെത്രാപ്പോലിത്തെ അവരെ കണ്ട വഴി തന്നെ അവരുടെ പേരും ഭർത്താവിൻ്റെ എങ്ങനെയുണ്ട്, മക്കൾ 3 പേരുടെ പേരും, അത് ദൈവം കൊടുത്തൊരു വലിയ വരദാനമാണ്. പ്രിയമുള്ളവരെ, വിളി വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താവ് വിളിക്കുകയാണ് നമുക്ക് മോചനം നൽകുവാൻ. നമ്മൾ ആ വിളിയെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വിളിക്ക് ഉടൻ ഉത്തരം നൽകുന്നതാണ് യഥാർത്ഥമായ ശിഷ്യത്വം. അന്ത്യോക്യയിലെ മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനായ സേവേറിയോസ് പത്രിക്കീസ് ഇങ്ങനെ പറയുകയാണ്: അവൻ നമ്മെ വിളിക്കുന്നത് നാം അയോഗ്യരായതുകൊണ്ടല്ല, മറിച്ച് അവൻ സ്നേഹമായതുകൊണ്ട്. അവൻ്റെ വിളിയെ നാം സ്വീകരിക്കണം. ഇവിടെ ആ സ്ത്രീയല്ല, കർത്താവാണ് അവളെ വിളിക്കുന്നത്. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് യെശയ്യാ പുസ്തകം 43:1 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-7 വാക്യത്തിൽ കാണുന്ന ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്ക് അത്രയെന്ന് പറയുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട് അവൻ്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, അവന് വേണ്ടി ജീവിക്കുവാൻ. ദൈവത്തിൻ്റെ വിളിക്ക് ചെവി കൊടുക്കാൻ നാം തയ്യാറാകണം. നമ്മുടെ കഷ്ടപ്പാടുകളിൽ തളർന്നിരിക്കാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് നാം അടുത്തു ചേരണം. മറ്റുള്ളവരെ സഹായിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ,
സന്തോഷത്തോടെ സ്വീകരിക്കണം. അവൻ്റെ വിളിയെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. അപ്പോൾ നമ്മുടെ കൂനുകളെല്ലാം നിവൃത്തപ്പെടും. അപ്പോൾ 18 വർഷമായി കുനിഞ്ഞിരിയുന്ന കൂന് പിടിച്ച് ഒട്ടും നിവരാൻ പറ്റില്ലാത്ത കൂനുകളെല്ലാം, വർഷങ്ങളായി ഒട്ടും നിവരാൻ സാധിക്കാത്ത പല കൂനുകളും, പാപത്തിൻ്റെ, മ്ലേച്ഛതകളുടെ, അശുദ്ധിയുടെ, മറ്റ് വ്യഭിചാരത്തിൻ്റെ, ഒരുപാട് തിന്മയുടെ എല്ലാ കൂനുകളെ നിവർത്തുവാൻ കർത്താവിന് സാധിക്കും. നാം ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മെ ദൈവം വിളിക്കുന്നത്. ഈ വിളി കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് ലഭിക്കുന്ന പരിപൂർണമായ വിടുതലാണ്. 13ാമത്തെ ചിന്ത അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവളോട്, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ അഴിച്ചുവിടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അവളുടെ മേൽ തൻ്റെ കൈവച്ചു. അവളെ വിളിച്ചിട്ട് ഇങ്ങനെയാ പറയുന്നത്, സ്ത്രീയെ, നിന്റെ ബലഹീനതയിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ രോഗത്തിൽ നിന്ന് നീ അഴിച്ചുവിടപ്പെട്ടിരിക്കുന്നു. വിമൻ, യു ആർ സെറ്റ് ഫ്രീ ഫ്രം ദ ഇൻഫോർമിറ്റി. അവൻ ആ സ്ത്രീയെ വിളിച്ച് അവളോട് മോചനത്തിൻ്റെ വാക്ക് പറയുകയാണ്. ആ വാക്കൊരു പ്രഖ്യാപനമായിരുന്നു. അതാണ് 13ാമത്തെ ചിന്ത, ദ ലിബറേറ്റിംഗ് വേർഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മോചനത്തിൻ്റെ വാക്ക്, മോചന വാക്ക്. ഈ ചിന്ത നമ്മളോട് പറയുന്ന വലിയൊരു അർത്ഥവത്തായ ഒരു കാര്യം എന്ന് പറയുന്നത്, അവൻ്റെ വാക്ക് മനുഷ്യനെ മോചിപ്പിക്കുന്നു. പാപം മോചിക്കാൻ സാധിക്കുന്നതിൻ്റെ വാക്ക്, ഭയം മാറ്റാൻ അവൻ്റെ വാക്കിന് സാധിക്കും. അവൻ്റെ വാക്ക് നിരാശ മാറ്റും. അവൻ്റെ വാക്ക് അശുദ്ധി എടുത്തു മാറ്റും. അവൻ്റെ വാക്ക് നമ്മുടെ ബലഹീനതയിൽ തുണ നൽകും. അപ്പോൾ ആ സ്ത്രീ കേട്ടത് അവൻ്റെ വാക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഇപ്പോൾ എങ്ങനെ അവൻ്റെ വാക്ക് കേൾക്കും? അതിനൊരേ ഒരു ഉത്തരമാണ് വിശുദ്ധ വചനം, അവൻ പറഞ്ഞ വചനങ്ങൾ. തിരുവചനത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം. ബൈബിൾ വായിക്കണം, വിശുദ്ധ ബൈബിൾ വായിക്കണം. വിശുദ്ധ ആലയത്തിലേക്ക് പോകുമ്പോൾ അനേക തവണ വായനകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ദിനം പ്രതി ദൈവവചനത്തോട് ചേർന്ന് നിൽക്കണം. ദൈവവചനം കേൾക്കണം, ദൈവവചനം വായിക്കണം, വചനത്തോട് നാം ചേർന്ന് നിൽക്കണം. ആ സ്ത്രീ അവൻ്റെ വചനം കേട്ടപ്പോഴാണ് സൗഖ്യം കിട്ടിയത്. നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ, വചനത്തോട് ചേർന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂനുകൾ നിവർത്തപ്പെടും, നമുക്കും സൗഖ്യം കിട്ടും. ദൈവവചന ആത്മീയ ആഹാരമാണ്. അത് മനുഷ്യൻ്റെ ഹൃദയങ്ങളെ പുതുക്കും, അത് പ്രതീക്ഷ നൽകും, അത് വിശ്വാസം ശക്തിപ്പെടുത്തും, അത് നിത്യവും. അതുകൊണ്ട് നിത്യവും വചനത്തിൽ നമുക്ക് ചെലവിടുവാനായിട്ട് സാധിക്കണം. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അഥാനാസിസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ വചനം മനുഷ്യൻ്റെ ആത്മാവിന് മോചനം നൽകുന്നു. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ ഇരുട്ടിൻ്റെ വെളിച്ചമാണ്. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനം 4-ാമത്തെ 12-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുമാണ്. അതുകൊണ്ടാണ് മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 പറയുന്നത്, കർത്താവെ, മരുന്നോ ലേപനവശമൊന്നുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത്. സങ്കീർത്തനം 120, അവിടുന്ന് എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ വിടുവിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം വായിക്കുക, വചനം പ്രഘോഷിക്കുക, വചനത്തോട് ചേർന്ന് നിൽക്കുക. അവൻ വചനത്തിലൂടെ സൗഖ്യമാക്കുന്നത് കാണുവാൻ സാധിക്കും. ദൈവവചനം ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാറ്റം സംഭവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷിയായിരിക്കും. 14ാമത്തെ ചിന്ത വളരെ മറ്റൊരു പ്രത്യേകത നിറഞ്ഞതാണ്. കാരണം യേശുവിനോട് ആവശ്യപ്പെടാതെ സൗഖ്യം നൽകുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ മനുഷ്യരോട് പല സഹായങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആവശ്യപ്പെടാതെ സൗഖ്യം നൽകുന്ന ഒരു കർത്താവുണ്ട്. അവൾ പ്രാർത്ഥിക്കാതെ തന്നെ യേശു അവളുടെ സൗഖ്യത്തിന് വേണ്ടി മുൻകൈ എടുക്കുകയാണ്. വടക്കൻ കേരളത്തിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. 2 വീടുകളിൽ, ക്രൈസ്തവ 2 കുടുംബങ്ങളിൽ ഒരേ അസുഖങ്ങൾ 2 പേർക്കും വരികയാണ്. വയറിനെ സംബന്ധിച്ച് ഉള്ള അസുഖങ്ങൾ. അവരുടെ വീടുകൾ തമ്മിൽ ഒരു 150-200 മീറ്റർ വ്യത്യാസമുള്ളൂ. ആളുകൾക്ക് വലിയ അത്ഭുതമായി. ഇവർ ഒരേ കുടുംബത്തിലാണ്, പക്ഷേ 3-4 തലമുറകൾ മാറിയിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. വയറിൻ്റെ ഈ രോഗം വയറിലൊരു മുഴ പോലെ വരികയാണ്. അതിൽ ക്യാൻസറിൻ്റെ അംശങ്ങളുണ്ട് എന്ന് തിരിച്ച് ക്യാൻസറിൻ്റെ ചില തെളിവുകൾ കാണുകയാണ്. ബയോപ്സിക്ക് വിട്ടപ്പോൾ 2 പേർക്ക് ഒരേ ഇതായി. 2 പേരും സാമ്പത്തികമായി തകർന്ന കുടുംബമായിരുന്നു. ആദ്യത്തെ സ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ദൈവാലയത്തോടും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും നിൽക്കുന്നതാണ്. 2ാമത്തെ വ്യക്തി എന്ന് പറയുന്നത്, ആ 2ാമത്തെ സ്ത്രീ ദൈവാലയത്തോട് സാധാരണഗതിയിൽ പള്ളിയിൽ പോവുക, വല്ലപ്പോഴും പള്ളിയിൽ പോവുക, കുടുംബ പ്രാർത്ഥനകളൊന്നുമില്ലായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സോഷ്യൽ ലൈഫ് വളരെയധികം ഉണ്ടായിരുന്നു.
സമൂഹത്തിൽ അവരെ ഒത്തിരി അറിയുന്നവരായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ രോഗം വന്നപ്പോൾ പാർട്ടിക്കാരും മറ്റാളുകളൊക്കെയും അവരെ സാമ്പത്തികമായി സഹായിച്ചു. വലിയ ചികിത്സയ്ക്ക് ഭീമമായ പണം വേണം. എന്നാൽ ആദ്യത്തെ സ്ത്രീക്ക് സഹായിക്കാൻ ആരുമില്ലായിരുന്നു. സൊസൈറ്റിയിൽ അവർ കൂടുതൽ ഇൻവോൾവ് ആവാതെയായിരുന്നു. അവർ ദൈവവചനത്തോടും പ്രാർത്ഥനയോടും കൂടിയിരുന്നു. പ്രിയമുള്ളവരെ, രണ്ടുപേർക്കും സൗഖ്യം ലഭിച്ചു. രണ്ടുപേരും രോഗസൗഖ്യം ലഭിച്ചു. പക്ഷെ ആദ്യത്തെ സ്ത്രീയുടെ സൗഖ്യത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. രണ്ടാമത് സ്കാനിങ്ങിന് ചെന്നപ്പോൾ ആദ്യത്തെ സ്ത്രീ സൊസൈറ്റിയിൽ ഇൻവോൾവ് ആവാത്ത, വചനം അവരുടെ കയ്യിൽ എപ്പോഴും ഒരു വേദപുസ്തകം കയ്യിലുണ്ടായിരുന്നു. ആ വേദപുസ്തകം കയ്യിലെടുത്തുകൊണ്ടാണ്, കൊച്ചു വേദപുസ്തകം കയ്യിലെടുത്തുകൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. വചനം അവരുടെ വീടിൻ്റെ ഭിത്തികളിലൊക്കെ എഴുതപ്പെട്ടിരുന്നു. ആ വചനത്തോട് ചേർന്നിരുന്ന സ്ത്രീയായിരുന്നു. വിശുദ്ധ കുർബാന അനുഭവിക്കാതെ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇരുന്നിട്ടില്ല. 102-103 ഡിഗ്രി പനിയുള്ളപ്പോഴും അവർ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അനുഭവിച്ച് ദൈവത്തോട് ചേർന്നിരുന്നു. രണ്ടാമത്തെ സ്കാനിങ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ മുഴ ഇപ്പോൾ വയറിൽ കാണുന്നില്ല, സൗഖ്യം ലഭിക്കുകയാണ്. അത് വലിയ അത്ഭുതമായി. രണ്ടാമത്തെ സ്ത്രീക്കും അത്ഭുതം ലഭിച്ചു, സൗഖ്യം ലഭിച്ചു. പക്ഷെ അവൾക്ക് ഓപ്പറേഷൻ നൽകിയ ഭീമമായ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ്. ഈ രണ്ട് സംഭവവും ആളുകളിൽ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഈ രണ്ട് സംഭവം കേട്ടപ്പോൾ എന്നിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്. കർത്താവിന് കത്തി തൊടാതെ സൗഖ്യം നൽകാൻ സാധിക്കും. ആമേൻ. കർത്താവിന് കത്തി തൊടാതെ സൗഖ്യം നൽകാൻ സാധിക്കും. നമ്മൾ ചോദിക്കാതെ ഒരിക്കൽ പോലും നമ്മൾ ചോദിക്കാതെ തന്നെ കർത്താവിന് സൗഖ്യം നൽകും. അതുകൊണ്ടാണ് ആദ്യത്തെ സ്ത്രീ പറയുന്നത്, എൻ്റെ രോഗം സൗഖ്യമാകാൻ ഞാൻ ഒരിക്കലും കർത്താവിനോട് പ്രാർത്ഥിക്കില്ല. കർത്താവിൻ്റെ ശരീരമാണിത്, അവൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ഉത്തരം നൽകുന്നൊരു കർത്താവുണ്ട്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർന്നിരുന്നാൽ മാത്രം മതി. ചോദിക്കാതെ ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. 15ാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ 13ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13ാമത്തെ വാക്യം കാണുവാൻ സാധിക്കും. യേശു അവളുടെ മേൽ കൈവച്ചു. യേശു അവളുടെ മേൽ കൈവച്ചപ്പോൾ 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, യേശു അവളുടെ മേൽ കൈവച്ചു. ഉടനെ അവൾ നിവർന്നു, അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവിൻ്റെ സ്പർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു കൈവയ്ക്കുകയാണ്. പ്രിയമുള്ളവർ, ഈ ലോകത്ത് അത്ഭുതങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ യേശു തൊടാതെ നടക്കില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും, യേശു എങ്ങനെയാണ് തൊടുന്നത്? യേശുവിൻ്റെ ഒരു കൈയുടെ, ഒരു ശരീരത്തിൻ്റെ ഒരു അംശമെങ്കിലും എൻ്റെ ദേഹത്തും തൊടണമെങ്കിൽ എന്ത് ചെയ്യും? അതിനൊരു ഉത്തരമുണ്ട്. യേശു നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. യേശുക്രിസ്തു നമ്മളിലേക്ക് തൊട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നതാണ് വിശുദ്ധ കുർബാന അനുഭവം. കർത്താവ് നമ്മളെ ടച്ച് ചെയ്യുകയാണ്. അതുമാണ് 15ാമത്തെ ചിന്ത പറയുന്നത്, യേശുവിൻ്റെ സ്പർശനം മോചനത്തിൻ്റെ തുടക്കമാണ്. ടച്ച് ഓഫ് ജീസസ് ബ്രിങ്സ് ഫ്രീഡം ആൻഡ് ബ്രിങ്സ് ഹീലിംഗ്. യേശു അവളുടെ മേൽ കൈവച്ചപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിക്കുകയാണ്. വിശുദ്ധ കുർബാന കർത്താവാണെന്നുള്ളത് തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് വെറും ഒരു അപ്പകഷ്ണമായിട്ട് കാണരുത്. മറിച്ച് അത് കർത്താവിൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ്. ആ ശരീരവും രക്തവും കർത്താവ് നമ്മുടെ നാവിൽ തൊടുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സൗഖ്യം ലഭിക്കുകയാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചാൽ ആ 18 വർഷം നീണ്ട ദുഃഖത്തിൽ കിടന്ന ആ സ്ത്രീയെ തൊട്ടതുപോലെ വർഷങ്ങളായിട്ട് പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെ, നിരാശയുടെ, തകർച്ചയുടെ, പ്രതിസന്ധിയുടെ, ദുഃഖങ്ങളുടെ, ദുരിതങ്ങളിലൊക്കെ കൂനിൽ പിടിച്ചു കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നതിലേക്ക് വിശുദ്ധ കുർബാന ആ ഒരു മനോഭാവത്തോടെ അനുഭവിക്കുമ്പോൾ, ഇതാ കർത്താവ് എന്നെ തൊടാൻ പോവുകയാണ്, ഇതാ കർത്താവ് എന്നെ സ്പർശിക്കാൻ പോവുകയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നുവെങ്കിൽ നമുക്കും സൗഖ്യം ലഭിക്കും. 16ാമത്തെ ചിന്ത, യേശു അവളെ സ്പർശിച്ചപ്പോൾ അവൾ ഉടനെ നിവർന്നു എന്നാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിവർന്നു എന്നല്ല, അവൾ ഉടനെ നിവർന്നു എന്നാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാലതാമസമില്ല. അവൻ മനസ്സ് വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് മാറ്റം സംഭവിക്കും. നമ്മുടെ അവിശ്വാസമാണ് പലപ്പോഴും അനുഗ്രഹങ്ങളെ തടസ്സമാക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്ത് അത്ഭുതം അതിവേഗം സംഭവിക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചേർത്തിരിക്കുവാൻ സാധിക്കണം. ഉടനെ നിവർന്നു എന്നാണ്. ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നതിനേക്കാൾ വേഗത്തിലാണ് അവൾക്ക് സൗഖ്യം. ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നതിനേക്കാൾ വേഗത്തിലാണ് അവൾക്ക് സൗഖ്യം ലഭിച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധനായ അപ്രയം പറയുന്നത്, കർത്താവിൻ്റെ കൈകൾ
ജീവന്റെ ഉറവിടമാണ്. അവ തൊടുമ്പോൾ മരണം പോലും ജീവനായി മാറുന്നു. വേദപുസ്തകത്തിൽ പലയിടത്തും യേശു യേശു അവനെ തൊട്ട് സൗഖ്യമാക്കുന്നു കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് മനസ്സുണ്ടോ? കർത്താവ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകാൻ കർത്താവ് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവന് സൗഖ്യം ലഭിച്ചായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആയതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ യേശു നമ്മളെ സ്പർശിക്കുന്നുണ്ട്. അവൻ്റെ അഭിഷിക്തന്മാരുടെ തിരുവചനത്തിലൂടെ യേശു നമ്മളെ സ്പർശിക്കുന്നുണ്ട്. അവൻ്റെ തിരുവചനത്തിലൂടെ ദൈവം നമ്മളെ സ്പർശിക്കുന്നുണ്ട്. അവൻ്റെ സ്പർശനത്തിനായിട്ട് നാം പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. കുർബാനയിലും മറ്റു കൂദാശകളെ സംബന്ധിക്കുമ്പോൾ ക്രിസ്തു നമ്മെ സ്പർശിക്കുന്നു എന്നുള്ള വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നന്മയ്ക്കും ദൈവത്തെ ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 17-ാമത്തെ ചിന്ത, യേശു ഉടനെ അവളെ സൗഖ്യമാക്കിയപ്പോൾ അവൾ ഉടനെ നിവർന്നു. അവൾക്ക് സൗഖ്യം കിട്ടി ഉടനെ ചെയ്ത് അവൾ എന്താ ചെയ്തെന്നറിയോ? ആദ്യം ചെയ്ത പരിപാടി, അറ്റ് ദ മൊമെന്റ് ചെയ്ത് അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഗ്ലോറിഫൈങ് ഗോഡ്. അതാണ് 17-ാമത്തെ ചിന്ത നമ്മളോട് പറയുന്നത്. 17-ാമത്തെ ചിന്ത അതാണ് നമ്മളോട് പറയുന്നത്. സൗഖ്യം ലഭിച്ചപ്പോൾ അവൾ ദൈവത്തെ സ്തുതിച്ചു. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദി പറയാൻ നാം മറന്നുപോകരുത്. സ്തുതി ദൈവത്തിനുള്ള അർപ്പണമാണ്. നന്ദിയുള്ള ഹൃദയങ്ങളിൽ ദൈവം കൂടുതൽ വസിക്കുന്നു. നമ്മുടെ ജീവിതം ഒരു സ്തുതിയുടെ ഗീതമായി മാറണം. അതുകൊണ്ടാണ് സ്വർണ്ണനാവുകാരനായ വിശുദ്ധ ഈവാനിയോസ് പറയുന്നത്, സൗഖ്യം ദൈവത്തിൻ്റെ ദാനമാണ്, സ്തുതി മനുഷ്യന്റെ കടമയുമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊരിക്കലും നാം ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കരുത്. നിനവയിലെ വിശുദ്ധ ഐസക്ക് പറയുകയാണ്, ഇസഹാക്ക് പറയുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തൽ എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിലെ ആത്മീയ പ്രകാശമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ മനുഷ്യന്റെ ഹൃദയം പ്രകാശിക്കും. കൂനിയായ സ്ത്രീ ഉടനെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളെ ഓർത്ത് നമുക്ക് നൽകിയ ആയുസ്, നമുക്ക് നൽകിയ ജോലി, നമുക്ക് നൽകിയിരിക്കുന്ന ശരീരത്തിൻ്റെ അവയവങ്ങൾ, അനേകർ അവയവങ്ങളില്ലാതെ ജീവിച്ചപ്പോൾ നമുക്ക് അവയവം നൽകി. അനേകർക്ക് സമ്പത്തില്ലാതിരുന്നപ്പോൾ ദൈവം നമുക്ക് സമ്പത്ത് നൽകി. അനേകർക്ക് മക്കളില്ലാതിരുന്നപ്പോൾ മക്കളെ നൽകി. അനേകർക്ക് ജീവിത പങ്കാളി ഇല്ലാതിരുന്നപ്പോൾ നമുക്ക് ജീവിത പങ്കാളി നൽകി. അനേകർക്ക് യാത്ര ചെയ്യാൻ ഒരു വാഹനം ഇല്ലാത്തപ്പോൾ നമുക്കൊരു വാഹനം നൽകിയിട്ടുണ്ടെങ്കിൽ, അനേകർക്ക് കയറിക്കിടക്കാൻ വീടില്ലാത്തപ്പോൾ നമുക്കൊരു വീട് നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കോടാനുകോടി നന്ദി കരയറ്റണം, ദൈവത്തോട് സ്തുതി കരയറ്റണം. കൂനിയ സ്ത്രീ ഉടനെ ദൈവത്തെ മഹത്വപ്പെടുത്തി. 18-ാമത്തെ ചിന്ത നമ്മളോട് പറയുകയാണ്, യേശു അവിടെ അവളെ സ്ത്രീയെ എന്ന് വിളിക്കുകയാണ്. സ്ത്രീയെ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ഗൈനൈ എന്നാണ്. അതിന്റെ അർത്ഥം ഒരു മോശമായിട്ടല്ല, അല്ലെ അവജ്ഞയോടുള്ള വിളിയല്ല. കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ റെസ്പെക്റ്റഡ് വിമൻ, കൂരു പിടിച്ച മനുഷ്യര് മുഴുവൻ റെസ്പെക്ട് ചെയ്യാത്ത, ബഹുമാനിക്കാതെ ചവറ്റുകുട്ടയിൽ കിടന്ന ജീവിതത്തെ കിടന്നിട്ട് പോലും യേശു ആ സ്ത്രീയെ കൂനി എന്നല്ല വിളിച്ചത്, അല്ലെങ്കിൽ എടി പെണ്ണെ എന്നല്ല വിളിച്ചത്, അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചല്ല. സമൂഹം അവളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ യേശു അവിടെ റെസ്പെക്ട് ചെയ്തിട്ട് വിളിക്കുകയാണ്. ആ ഗ്രീക്ക് വേർഡ് തന്നെ അത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. റെസ്പെക്റ്റഡ് വുമൺ, റെസ്പെക്റ്റഡ് മാം. വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് യേശു അവളെ വിളിക്കുന്നത്. ഗൈനൈ എന്ന് പറയുന്ന ആ ഗ്രീക്ക് വേർഡ് അതാണത്. സൊസൈറ്റി മുഴുവൻ, സമൂഹം മുഴുവൻ അവളെ കൂനിന്ന് വിളിച്ചപ്പോൾ യേശു അവളെ റെസ്പെക്ട് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നെ സമൂഹം മാനിക്കുന്നില്ലായിരിക്കാം. നിന്റെ രോഗത്തെ പറ്റിയോ, നിന്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റിയോ, നിന്റെ പലതരത്തിലുള്ള കൂനുകളെ പറ്റിയോ സമൂഹത്തിലുള്ള പലരും നിന്നെ മോശമായിട്ടായിരിക്കാം, സമൂഹം മുഴുവൻ നിന്നെ മോശമായിട്ടായിരിക്കാം വിളിക്കുന്നത്. നീ യേശുവിനെ അങ്ങനെ വിളിച്ചിട്ട്, നീ അച്ഛന്റെ മകനല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് നമ്മളെ ബഹുമാനത്തോടുകൂടി അവിടെ വിളിക്കുകയാണ്. നീ എത്ര കുറവുണ്ടായിരുന്നാലും കർത്താവിന് നിന്നെ ആവശ്യമില്ല. ഒരു എപ്പിസ്കോപ്പൽ സഭയിൽപ്പെട്ട ഒരു മനുഷ്യൻ വടക്കൻ കേരളത്തില് സുവിശേഷ വേലയോട് താല്പര്യപ്പെട്ടുണ്ട്. അദ്ദേഹം സ്ട്രീറ്റിൽ സുവിശേഷ വേല ചെയ്യുകയാണ്. സ്ട്രീറ്റിലുള്ള മനുഷ്യരുടെ ഇടയിലൊക്കെ പോയി യേശുവിനെ കുറിച്ച് പറയുകയാണ്. ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ആ ക്രൈസ്തവനായ ഒരു മനുഷ്യന്റെ ഇടയിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, അങ്കിളെ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ മനുഷ്യന്റെ വിശക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഭിക്ഷക്കാരൻ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാരണം ഇന്നുവരെയും മനുഷ്യരെല്ലാം
ഭിക്ഷക്കാര, പിച്ചക്കാര എന്നുള്ള മോശമായ വാക്കുകളാണ് ആദ്യമായിട്ട് 2021 ഒക്ടോബർ മാസം 12-ാം തീയതി 70 വയസ്സുള്ള ആ പാവപ്പെട്ട ആ മനുഷ്യനെ വിളിക്കുന്ന പേര് അങ്കിൾ എന്നാണ്. 1960 ജൂലൈ മാസം 20-ാം തീയതി ശ്രീലങ്കയിലെ കൊളംബോയിൽ പ്രശസ്ത മിഷണറിയായ സ്റ്റാൻലി ജോൺസ് ഒരു ലെപ്രസി ആശുപത്രി സന്ദർശിക്കുകയാണ്. അവിടെ കുഷ്ഠരോഗികൾ കഴിയുകയാണ്. അവരിൽ പലരും അംഗച്ഛേദനം ചെയ്യപ്പെട്ടവരാണ്. സ്റ്റാൻലി ജോൺസ് അവരുടെ അടുത്ത് ചെന്നിട്ട്, രോഗിയുടെ അടുത്ത് ചെന്നിട്ട്, സഹോദര നിനക്ക് സമാധാനം. ആ സ്റ്റാൻലി ജോൺസിനെ കണ്ട വഴി പൊട്ടിക്കരയുകയാണ് ഈ കുഷ്ഠരോഗി. അദ്ദേഹം സൗഖ്യം കിട്ടിയതിനേക്കാൾ വലിയ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണ്. കാരണം ഇന്നുവരെ ആ മനുഷ്യനെ ആരും സഹോദര എന്ന് വിളിച്ചിട്ടില്ല. കുഷ്ഠരോഗി എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അറപ്പോട് നോക്കിയിട്ടുള്ളൂ, വെറുപ്പോട് നോക്കിയിട്ടുള്ളൂ. കുനിയശ്രീ അതുപോലെയല്ലേ. പക്ഷെ യേശു അവളെ മാനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ 18-ാമത്തെ ചിന്ത നിന്നോട് പറയുന്നത് എന്താണെന്നറിയ? ഈ വചനത്തോട്, ഈ എവൻഗേലിയൻ ചിന്ത നിന്നെ മനുഷ്യൻ മുഴുവൻ പുച്ഛത്തോടെ നോക്കിയിട്ടുണ്ടായിരിക്കും. നിന്റെ കുടുംബ പശ്ചാത്തലമോ, വിദ്യാഭ്യാസ പശ്ചാത്തലമോ, നിന്റെ മാതാപിതാക്കളുടെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിന്നെ പരിഹാസത്തിലേക്ക്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല കേട്ടോ. കർത്താവ് നിന്നെ ബഹുമാനിക്കുന്നുണ്ട്, നിന്നെ ആദരിക്കുന്നുണ്ട്, നിന്റെ കൂടെയുണ്ട്. നീ നിന്നോട് ചേർന്നിരിക്കുന്ന കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കണം. അതുകൊണ്ടാണ് സ്വർണ്ണനാവുകാരൻ ഇവാനീസ് പറയുകയാണ്, യേശു അവളെ സ്ത്രീ എന്ന് വിളിച്ചത്, ആ ബഹുമാനത്തോടെ വിളിച്ചത് അവളുടെ അന്തസ്സ് പുനഃസ്ഥാപിക്കുകയായിരുന്നു. അവൻ അവളുടെ രോഗത്തെ അവഗണിച്ചില്ല, പക്ഷേ അതിനെ നിർവചിക്കാനും അനുവദിച്ചില്ല. അവൻ അവളിൽക്ക് സൗഖ്യം കിട്ടി, അവളുടെ ദുരാത്മാവ് മാറ്റിക്കളഞ്ഞു. മൂന്നാമത് ചെയ്ത് അവളെ ബഹുമാനിച്ചു. നമ്മളുടെ രോഗത്തെ മാറ്റി തരുവാൻ, നമ്മളുടെ പാപത്തെ മാറ്റി തരുവാൻ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആണ് വിശുദ്ധ മക്കാരിയോസ് പറയുന്നത്, യേശു അവളെ സ്ത്രീയെ എന്ന് ബഹുമാനത്തോടെ വിളിച്ചപ്പോൾ അവൻ അവളുടെ ജെൻഡറിനെ അംഗീകരിക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ സ്ത്രീക്ക് താഴ്ന്ന അവസ്ഥ കൊടുത്തിരുന്ന, സ്ത്രീയെ ബഹുമാനിക്കാതിരുന്ന അവസ്ഥ പശ്ചാത്തലത്തിന് യേശു സ്ത്രീയും പുരുഷനും തുല്യമാണെന്നുള്ള ബഹുമാനം കൊടുക്കുന്ന എന്നു ആ വലിയൊരു വിളി കൂടി അതിൽ നിന്നോട് അർത്ഥമാക്കുന്നുണ്ട്. 19-ാമത്തെ ചിന്ത, അതിന്റെ 14-ാമത്തെ വാക്യം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ വാക്യം പറയുന്നുണ്ട്, സംഘപ്രമാണി യേശു ശാബത്തിൽ സൗഖ്യമാക്കിയതിൽ കോപിഷ്ഠനാവുകയാണ്. പുരുഷാരത്തോടെ നിങ്ങൾക്ക് വേല ചെയ്യുവാൻ അനുവാദമുള്ള 6 ദിവസമുണ്ട്, അവയിൽ വന്ന് സൗഖ്യം പ്രാപിച്ചുകൊള്ളണം, ശാബത്ത് ദിവസത്തിൽ അരുത് എന്ന് പറയുകയാണ്. എന്തൊരു വിചിത്രമായ കാര്യമാണ്. ഈ 19-ാമത്തെ ചിന്ത പറയുന്നതാണ്, 18 വർഷമായിട്ട് ഒരു സ്ത്രീ സൗഖ്യം, കൂനിയം പിടിച്ചിരിക്കുന്ന സ്ത്രീ സൗഖ്യമാക്കിയതിൽ സന്തോഷിക്കുന്നതിന് പകരം ആ പള്ളിപ്രമാണി നിയമന ലംഘനത്തെ കുറിച്ച് സംസാരിക്കുക. ഇവിടെ അതാണ് 19-ാമത്തെ ചിന്ത, ലീഗലിസം ആൻഡ് കമ്പാഷൻ, നിയമവും കരുണയും. 19-ാമത്തെ ചിന്ത നമ്മളോട് കർത്താവ് പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിങ്ങനെയാണ്, നിയമത്തെക്കാൾ വലുതാണ് കരുണ, നിയമത്തെക്കാൾ വലുതാണ് മനുഷ്യരോടുള്ള കരുണ. അതാണ് 19-ാമത്തെ ചിന്ത. ഈ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ദേവാലയങ്ങളിലെല്ലാം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് നിയമത്തെക്കാൾ വലുതായിരിക്കുന്ന കരുണ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയുടെ പിതാവ് മരിച്ചുപോയി. ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്നു ദേവാലയത്തിൽ. ആ പെൺകുട്ടിക്ക് പിതാവിന്റെ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠന്മാരും പിതാവുമായിട്ട് അത്ര നല്ല സ്വരച്ചേർച്ചയിലായിരുന്നു. പിതാവിന്റെ ചേട്ടന് ഒരുപാട് ആൺമക്കളുണ്ടായിരുന്നു, 2-3 ചേട്ടന്മാർക്ക്. പക്ഷെ ഈ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ മുഖശീല, മരിച്ച് കബറിലേക്ക് പെട്ടിയടയ്ക്കുന്നതിന് മുഖശീല ഇവൾക്ക് തന്നെ മൂടണമെന്ന്. എന്നാൽ കൂടിയിരുന്ന ഒരു വൈദികൻ പറഞ്ഞു, സ്ത്രീക്ക് മുഖശീല ഇടാൻ സാധിക്കുകയില്ല. ഒരു സംഭവമായി, ഒരു കഥയായിട്ട് നിങ്ങൾ എടുത്താൽ മതി. പ്രിയമുള്ളവർ, ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയാണ്. അവൾ വേദനയോടെ അത് നോക്കി നിന്നുള്ളൂ. ജ്യേഷ്ഠന്റെ മക്കൾ വന്ന് മുഖശീല ഇടുക. പലപ്പോഴും നമ്മുടെ സഭയിൽ പല കാഴ്ചകളും കാണുന്നത് ഇപ്രകാരമാണ്. ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന നിയമങ്ങളുടെ നടുവിലൂടെയാണ് ഇന്ന് സമൂഹവും സഭയും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സഭകൾക്കെല്ലാം മൂല്യ തകർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു കന്യാസ്ത്രീ തൻ്റെ സഹോദരന്റെ വിവാഹത്തിന് പോകുവാനായിട്ട് കോൺവെന്റിൽ അനുവാദം ചോദിക്കുക. പക്ഷേ കോൺവെന്റ് അധികാരികൾ പറയുകയാണ്, സന്യാസികൾക്ക് ഒരു കാരണവശാലും
ആ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. എന്നാൽ ആ വിവാഹം കെട്ടിക്കുന്നത്, വിവാഹം ആശീർവദിക്കുന്നത് സന്യാസിയായ ഒരു പുരോഹിതനാണ്. സ്ത്രീക്കും പുരുഷനും ഒരേ സമയത്ത് രണ്ട് നിയമങ്ങൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിലും സഭയിലൊക്കെ നടമാടിക്കൊണ്ടിരിക്കുക. എന്നാൽ ക്രിസ്തു അങ്ങനെ ആയിരുന്നില്ല. ക്രിസ്തു നിയമത്തെക്കാൾ വലുതായിട്ട് കരുണയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ പലപ്പോഴും ആചാരങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണ്, ദൈവത്തിന്റെ കരുണയെ കാണാതെ പോവുകയാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ക്രിസ്തു നൽകുന്ന വലിയ സന്ദേശം തന്നെയാണ്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് തടസ്സമായി നിയമത്തെ മുറുകെ പിടിക്കരുത്. മറിച്ച് ക്രിസ്തുവിൽ ഒരുവനാവുക എന്നുള്ളതാണ്, സൗഖ്യം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തു പറയുകയാണ്, ശാബത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയുള്ളതല്ല. 20ാമത്തെ ചിന്ത, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ അസൂയപ്പെടുന്ന ഒരവസ്ഥ. ഈ പള്ളിപ്രമാണി അത് അത്ഭുതം, ആ അനുഗ്രഹം ലഭിച്ചപ്പോൾ അതിനെ തുച്ഛീകരിക്കുക. ഒരു ചിന്ത എങ്ങനെയാണ്, ഇതേ അവസ്ഥ ഈ പള്ളിപ്രമാണിക്കായിരുന്നുവെങ്കിൽ, കൂലി പിടിച്ച അവസ്ഥയായിരുന്നെങ്കിൽ അവന്റെ മനോഭാവം എങ്ങനെയായിരുന്നു? പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അതിനെ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ അതിനെതിരെ നിൽക്കുകയോ ചെയ്യരുത്. മറിച്ച് അവരിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നാം അസൂയപ്പെടരുത്. മറിച്ച് എന്ത് ചെയ്യണം? അത് ദൈവത്തിന്റെ കരുണയാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്കും നമുക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതാണ് സുറിയാനി സഭയുടെ വേദശാസ്ത്രം. അവരിന് ലഭിച്ച അത്ഭുതങ്ങൾക്ക്, അവരിൽ ലഭിച്ച സാമ്പത്തിക ഭദ്രതയ്ക്ക്, അവരിൽ ലഭിച്ച സൗഭാഗ്യങ്ങൾക്ക് അസൂയ അരുത്. പള്ളിപ്രമാണി ഇവിടെ അസൂയപ്പെടുകയാണ്. നാം അങ്ങനെയായിരിക്കരുത്. നിയമത്തെക്കാൾ വലുതാണ് കർത്താവ് എന്നുള്ള ബോധ്യത്തോടു കൂടി നാം ആയിരിക്കണം. അതാണ് 20ാമത്തെ ചിന്ത. അവരുടെ അനുഗ്രഹങ്ങൾക്ക് അസൂയപ്പെടരുത്. പള്ളിപ്രമാണി അസൂയപ്പെട്ടു. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. വിശുദ്ധനായ അപ്പുറം പറയുകയാണ്, നിയമം വേലിയാണ്, എന്നാൽ കർത്താവ് തോട്ടത്തിന്റെ ഉടമസ്ഥനാണ്. ഉടമസ്ഥന് നിയമത്തെക്കാൾ അധികാരമുണ്ട്. സ്വർണ്ണനാവുകാരൻ ഇവാനൂസ് പറയുകയാണ്, ഹൃദയകാഠിന്യം ആത്മീയതയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. കൈസരിയയിലെ ബസേലിയോസ് പറയുകയാണ്, മറ്റുള്ളവരുടെ സൗഖ്യത്തിൽ നീ സന്തോഷിക്കുന്നില്ലെങ്കിൽ നിന്റെ ആത്മാവ് രോഗിയാണ്. അവരുടെ സൗഖ്യത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. 21ാമത്തെ ചിന്ത നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പള്ളിപ്രമാണി ജനത്തോടാ പറയുന്നത്, 6 ദിവസം സമയമുണ്ട്, ഈ ശാബതി വന്ന് സൗഖ്യം കിട്ടുന്നത് എന്താണ്, നൽകുന്നത് എന്തിനാണ്? 6 ദിവസം വേല ചെയ്യാനുള്ള അനുവാദമുണ്ട്, 6 ദിവസങ്ങളുണ്ട്, അവയിൽ വന്ന് സൗഖ്യം പ്രാപിച്ചോളൂ. ശാബത് ദിവസത്തിൽ അരുത്. ഇത് പറയുന്ന ആരോടാണ്? അതാണ് 21ാമത്തെ ചിന്ത പറയുന്നത്. യേശുവിനോടല്ല അവൻ പറയുന്നത്, മറിച്ച് പുരുഷാരത്തോടാണ്. നമ്മുടെ പല പള്ളിപ്രമാണിമാരും നമ്മുടെ സമൂഹത്തിലുള്ളവരും പലപ്പോഴും യേശുവിനോട് സംസാരിക്കാതെ ജനത്തോട് സംസാരിക്കുന്ന ഒരു ഭീരുത്വമായ അവസ്ഥ. തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുന്ന ജനത്തോടാണ്, പുരുഷാരത്തോടാണ് ആ പള്ളിപ്രമാണി പറയുന്നത്. പക്ഷേ അത് തെറ്റായ ഒരു കാര്യമാണ്. നേരിട്ട് യേശുവിനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല, ഭീരുത്വമാണ്. പല മനുഷ്യരുടെ അവസ്ഥ ഇതാണ്, ഭീരുത്വം നിറഞ്ഞ അവസ്ഥയാണ്. സത്യമാണെന്ന് അറിഞ്ഞിട്ടും അത് യേശുവിനോട് പറയാൻ ഭയപ്പെടുന്ന ഒരു ഭീരുവായിരിക്കുന്ന പള്ളിപ്രമാണിയാണ്. ഇങ്ങനെയുള്ള പല പള്ളിപ്രമാണിമാരെയും നമ്മളുടെ സഭകളിലെല്ലാം കാണുവാൻ സാധിക്കും. പക്ഷെ കർത്താവ് നമ്മോട് പറയാണ്, നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ദേവാലയത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ, ഇത് ദൈവത്തോട് ഇഷ്ടമാണോ, ദൈവത്തിന് ഇഷ്ടമാണോ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നത് ഇഷ്ടമാണോ? നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോൾ, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ദൈവേഷ്ടം ചോദിക്കാറുണ്ടോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമാണ് നിൽക്കുന്നത്, ആ ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? അതോടൊപ്പം തന്നെ മനുഷ്യരെ നോക്കാതിരിക്കാം. ഈ പള്ളിപ്രമാണി മനുഷ്യരെ നോക്കിയിട്ടാണ് പറയുന്നത്, യേശുവിനെ നോക്കി പറയുന്നില്ല. നമ്മളെല്ലാവരും ഒന്ന് മനുഷ്യരെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. മനുഷ്യർക്ക് എന്ത് തോന്നുന്നു, മനുഷ്യരെങ്ങനെ വിചാരിക്കും? അങ്ങനെ ആയിരിക്കരുത്. യേശുവിനോട് സംസാരിക്കുക, യേശു പറയുന്ന അനുസരിച്ച് പോവുക. മനുഷ്യരെ നോക്കി പറയുന്നത് ഭീരുത്വമാണ്. ഈ പള്ളിപ്രമാണി ചെയ്തത് മനുഷ്യരെ നോക്കിയിട്ടാണ് പറയുന്നത്, യേശുവിനെ നോക്കി പറഞ്ഞില്ല. നമ്മൾ അങ്ങനെ ആയിരിക്കും. 22ാമത്തെ ചിന്ത ഇങ്ങനെയാണ്. ഈ പള്ളിപ്രമാണി പറയുകയാണ്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ട്. ശരിയാണ്, മതത്തിന്റെ നിയമം അനുസരിച്ച് 6 ദിവസം വേല ചെയ്യണം. 7ാം ദിവസം ശാബത്തിൽ സൗഖ്യമാക്കിയത് തെറ്റാണെന്ന്
അത് സൗഖ്യമാക്കുക എന്ന് പറയുന്നത് വരെ ഒരു ജോലിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് പള്ളിപ്രമാണി പറയുന്നത് വേല ചെയ്യാൻ 6 ദിവസമുണ്ട്. ശരിയായിരിക്കാം, അത് നിയമം അങ്ങനെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ നിയമത്തെക്കാൾ വലുതാണ് കർത്താവായ യേശുക്രിസ്തു. ഈ കാലഘട്ടങ്ങളിൽ പള്ളിയേക്കാൾ വലുതല്ല ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്ന വർത്തമാന കാലഘട്ടമാണ്. നമ്മൾ ചിന്തിക്കുക, അറിഞ്ഞിരിക്കുക. വലിയൊരു സത്യം പറയട്ടെ, പള്ളിയേക്കാൾ വലുതാണ് കർത്താവ്. അച്ഛനേക്കാൾ വലുതാണ് യേശുക്രിസ്തു. മെത്രാപ്പോലിത്തേക്കാൾ വലുതാണ് യേശുക്രിസ്തു. കാതോലിക്ക ബാവയേക്കാൾ വലുതാണ് യേശുക്രിസ്തു. പാത്രിക്കീസ് ബാവയേക്കാൾ വലുതാണ് യേശുക്രിസ്തു. യേശുവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. യേശുവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. നമ്മൾ പലപ്പോഴും ശാബത്തിനെ മുറുകെ പിടിക്കുന്നു, നിയമങ്ങളെ മുറുകെ പിടിക്കുന്നു. ആ സമയത്ത് ഒരാളെ മറന്നു പോകുന്നു, അത് നമ്മുടെ ദൈവത്തെ മറന്നു പോവുകയാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. യേശു 6 ദിവസം ജോലി ചെയ്യുവാൻ, വേല ചെയ്യുവാൻ ദിവസമുണ്ട്. നിയമത്തിന്റെ പുറകെയാണ് പള്ളിപ്രമാണിമാരുടെ. ഇന്ന് പല പള്ളിപ്രമാണിമാരെ നമ്മൾ ഇങ്ങനെ കാണുവാൻ സാധിക്കും. നിയമം അങ്ങനെയാണ്. കേരളത്തിന് പുറത്തൊരിടത്ത് സംഭവം നടക്കുകയാണ്. ഒരു കുടുംബത്തിൽ പാവം പിടിച്ച ഒരു എപ്പിസ്കോപ്പൽ സഭയിൽ നടന്ന സംഭവമാണ്. ഒരു പാവം പിടിച്ച മനുഷ്യൻ, യേശുവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പള്ളിയിൽ ഇടവ മെമ്പർഷിപ്പ് എടുത്തു. പുതുതായിട്ട് വന്ന വികാരി അച്ഛനും അവിടെ പുതുതായിട്ട് ചാർജ് എടുത്ത പള്ളി സെക്രട്ടറിയും നിയമത്തിന്റെ പുറകെ മാത്രം പോകുന്ന വ്യക്തികളാണ്. നിയമം മാത്രം നോക്കി നിൽക്കുന്ന, മനുഷ്യരോടുള്ള കരുണ വളരെ കുറവാണ്, പ്രത്യേകിച്ച് ആ പള്ളിയുടെ സെക്രട്ടറിക്ക്. ഒരു ദിവസം ഈ പാവം പിടിച്ച മനുഷ്യന്റെ വിവാഹം വന്നു. വിവാഹത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ചില തെറ്റായ കാര്യങ്ങൾ അവർ കേട്ടു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഇദ്ദേഹത്തിന്റെ മാതാവ് ക്രിസ്ത്യാനി അല്ലാത്തൊരു സ്ത്രീയായിരുന്നു. അവരുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടന്നിട്ടില്ല. ഈ മാതാപിതാവും വളരെ വാർദ്ധക്യത്തിലായി മരണത്തോടെ ഈ പാവപ്പെട്ട സ്ത്രീ മരിക്കാൻ കിടക്കുകയാണ്. അവർക്ക് മാമോദിസ മുങ്ങുവാനായിട്ട് അന്ന് അവരുടെ തെറ്റുകൊണ്ടോ സമൂഹത്തിന്റെ തെറ്റുകൊണ്ടോ എന്തായിക്കോട്ടെ മാമോദിസ മുങ്ങിയിട്ടില്ല. പക്ഷേ വിവാഹത്തിലിരിക്കുന്ന പുരുഷൻ മാമോദിസ മുങ്ങിയതാണ്. എന്നാൽ ഈ പള്ളിയുടെ വികാരി അച്ഛനും പ്രത്യേകിച്ച് സെക്രട്ടറിയും പറഞ്ഞു, ഇങ്ങനെ ഒരാൾക്ക് ഈ പള്ളിയിൽ വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കും. നിയമത്തിന്റെ പുറകെ പോവുകയാണ്. ഐഡന്റിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന അവസരമുണ്ടായി. ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു എപ്പിസ്കോപ്പസി നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്റെ വിവാഹം മറ്റൊരു നവീന കൂട്ടായ്മയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയിൽ പോയി വിവാഹം നടത്തി. അങ്ങനെ അവിടെ അദ്ദേഹം ആയിരിക്കുകയാണ്. സഭ വിട്ടുപോയി. ഈ കാലഘട്ടങ്ങളിൽ നിയമത്തിന്റെ പുറകെ പോകുന്ന പല ഇടവക പള്ളിയുടെയും പള്ളിപ്രമാണിമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ളവർ അവരെല്ലാം പറയുന്നത് വേല ചെയ്യാൻ 6 ദിവസമുണ്ട്, 7-ാം ദിവസം വന്ന് എന്താ ചെയ്യുന്നത്? പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, കർത്താവ് അങ്ങനെയല്ലായിരുന്നു. കർത്താവ് നിയമത്തെക്കാൾ വലുതാണ്. എല്ലാ ശാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല എന്ന് വളരെ എക്സ്പ്ലിസിറ്റ്ലി കൃത്യമായ മറുപടിയാണ് നമുക്കിവിടെ കർത്താവ് നൽകുന്നത്. 23-ാമത്തെ ചിന്ത അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദേവാലയത്തിൽ എല്ലാവരും സന്തോഷം നിറയേണ്ട സമയത്ത് പള്ളിപ്രമാണി മാത്രം അവിടെ ക്രോധം പ്രകടിപ്പിച്ച് ആ സീൻ വഷളാക്കുകയാണ്. 23-ാമത്തെ ചിന്തയിൽ ഒരു പ്രത്യേകതരമായ ഒരു ചിന്തയെ നിങ്ങളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മുടെ പല പള്ളികളിലും, നമ്മുടെ പല കൂട്ടായ്മകളിലും, നമ്മുടെ പല ജോലി സ്ഥലത്തും, നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു വ്യക്തി മതി ആ കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ. നമ്മുടെ കൂട്ടായ്മകളിൽ ഒരു വ്യക്തി മതി ആ കൂട്ടായ്മയുടെ സന്തോഷം തകർക്കാൻ. നമ്മുടെ പള്ളിയിൽ ഒരു പ്രമാണി മതി നമ്മുടെ പള്ളിയുടെ സമാധാനം തകർക്കുവാനായിട്ട്. സമാധാനത്തിന്റെ ഇടമായ പള്ളിയെ ആ പള്ളിപ്രമാണി കലഹത്തിന്റെ ഇടമാക്കി മാറ്റി. കോപം മനുഷ്യന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. സ്നേഹമില്ലാത്ത ഭക്തി വെറും അഭിനയമാണ്. നമ്മുടെ വികാരങ്ങൾ ദൈവഹിതത്തിന് അനുസൃതമായിരിക്കും. 23-ാമത്തെ ചിന്തയാണ്, ആ ഒറ്റ വ്യക്തി കാരണം ആ സന്തോഷം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെ ആ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കിട്ടിയപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവളും മഹത്വപ്പെടുത്തി. അങ്ങനെ സന്തോഷമായ അവസ്ഥയിൽ ആ ഒരേ ഒരു വ്യക്തി വന്ന് ആ സന്തോഷത്തിന്റെ അന്തരീക്ഷം തകർക്കുകയാണ്. നമ്മുടെ പല കുടുംബ യൂണിറ്റുകളിൽ, നമ്മുടെ പല ആത്മീയ പ്രസ്ഥാനങ്ങളിൽ, നമ്മുടെ നമ്മുടെ ദേവാലയത്തിൽ ഒരു പക്ഷെ 1-2 വ്യക്തികൾ കൊണ്ടാണ് നമ്മുടെ പലരും അന്തരീക്ഷം തകർക്കപ്പെടുന്നത്. നമ്മളെല്ലാ ദേവാലയങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ ദേവാലയങ്ങളൊക്കെ എടുത്തു നോക്കുക. പള്ളികളിലെല്ലാം പ്രതിസന്ധി എന്ന് ചിലർ പറയും, പൊളിറ്റിക്സ് ആണ്. ഒരിക്കലുമല്ല. 1-2 വ്യക്തികൾ മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് ആ സമൂഹത്തെയും ആ സഭയൊക്കെ ആ ദേവാലയത്തെയൊക്കെ നശിപ്പിക്കുന്നത്.
പള്ളിപ്രമാണി ആ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വചനം കേൾക്കുമ്പോൾ നീ ദേവാലയത്തിന്റെ അന്തരീക്ഷം, സമാധാനത്തിന്റെ അന്തരീക്ഷം തകർക്കുന്ന വ്യക്തിയാണോ? കർത്താവ് നിന്നോട് പറയുകയാണ്, അരുത് ദൈവ പൈതലേ, നീ ദൈവസന്നിധിയിലേക്ക് വരണം. ദൈവം നൽകിയിരിക്കുന്ന അത്ഭുതങ്ങളെ, അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി കരയറ്റണം. 24-ാമത്തെ ചിന്ത ഇതിനോട് ബന്ധപ്പെട്ടതാണ്. എല്ലാവരും സന്തോഷിച്ചപ്പോൾ ആ പള്ളിപ്രമാണിക്ക് സന്തോഷിക്കാൻ സാധിച്ചില്ല. 24-ാമത്തെ ചിന്ത ഏതാണ്? അവരന്റെ ഉന്നതിയിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നു. ഒരു വ്യക്തി IAS പരീക്ഷയിൽ പാസ്സായി ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൂടെയും TV ചാനലുകളിലൂടെ എല്ലാം വലിയ അത്ഭുതമായിട്ട്, സന്തോഷമായിട്ട് ഇവ കാണുകയുണ്ടായി. നമുക്കെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. ഒരു ചോദ്യം ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ഇതേ വ്യക്തി നമ്മുടെ വീടിന്റെ മതിലിനോട് ചേർന്നുള്ള തൊട്ടപ്പുറത്തുള്ള കുടുംബത്തിലെ വ്യക്തിയായിരുന്നുവെങ്കിൽ, പെൺകുട്ടിയായിരുന്നുവെങ്കിൽ നമ്മളുടെ മനോഭാവം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അവർക്ക് അതേ IAS അല്ലെങ്കിൽ സിവിൽ സർവീസോ അല്ലെങ്കിൽ ഉന്നതമായ ഒരു സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് എപ്രകാരമാണ്? നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നു. ഒരുവന് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നമ്മൾക്ക് അഭിനന്ദിക്കാൻ സാധിക്കുന്നു. നന്മ എവിടെ കണ്ടാലും അഭിനന്ദിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. വിശാലമുള്ള ഹൃദയമുള്ളവനെ ദൈവത്തെ കാണാൻ സാധിക്കും. സഭ ഒരു കുടുംബമായി മാറും. പലപ്പോഴും അഭിനന്ദനങ്ങൾ, അതോടൊപ്പം തന്നെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെടും. ഒരുവൻ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കുവാനായിട്ട് സാധിക്കുന്നു. കൽക്കട്ടയില് തെരുവീതികളിൽ മദർ തെരേസയുടെ ശുശ്രൂഷ ചെയ്യുന്ന, കൽക്കട്ടയിൽ ദൂരെയായിട്ട് നിൽക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുകയുണ്ടായി. കർണാടകയിൽ ജനിച്ചു വളർന്നാണ്. കേരളത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിപ്പോയ മാതാപിതാക്കളുടെ മകനാണ് അദ്ദേഹം പശ്ചിമ ബംഗാളിൽ ഒരു സ്ഥലത്ത് പാവപ്പെട്ട മനുഷ്യർ ശുശ്രൂഷ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷ ചെയ്യുകയാണ്. ആ രാജ്യത്തെ ആ പ്രദേശത്തെ ആളുകളൊക്കെ ബഹുമാനത്തോടെ നിൽക്കുകയാണ്. അദ്ദേഹത്തെ വളരെ അവിചാരിതമായി കണ്ടപ്പോൾ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ ഒപ്പം അദ്ദേഹം കൂടെ പ്രാർത്ഥിക്കുക. ചോദിച്ചു വന്നപ്പോൾ മനസ്സിലാക്കിയത് അദ്ദേഹം ഈ നമ്മുടെ സഭയിൽപ്പെട്ട ആളാണ്. പിന്നീട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളുമായിട്ട് പലരെയും സഭാ അധികാരികളെ സമീപിച്ചപ്പോൾ അതിനെ അത്തരം മനോഭാവത്തോടെയല്ല കണ്ടത്. നിങ്ങൾക്കറിയാം, ശാലോം TVയുടെ പ്രവർത്തനങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ബെന്നി പുന്നത്തറ, അദ്ദേഹം നമ്മുടെ സഭക്കാരനായിരുന്നു. ഒരുവനൊരു വളർച്ചയ്ക്ക് വേണ്ടി ഉന്നതി, നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തോടുള്ള മനോഭാവം എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവരനെ അഭിനന്ദിക്കുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? പള്ളിപ്രമാണി യേശു ക്രിസ്തു ഇവിടെ ഈ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോൾ അതില് സന്തോഷിക്കാൻ അവന്റെ ഹൃദയത്തിന് സാധിച്ചില്ല, അഭിനന്ദിക്കാൻ സാധിച്ചില്ല. ഒരു വിശാലമുള്ള ഹൃദയം അദ്ദേഹത്തിനില്ലായിരുന്നു. ഇന്ന് പലരുടെയും മനോഭാവം എങ്ങനെയാണ്? വിശാലമുള്ള ഹൃദയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന നമ്മൾ അങ്ങനെയായിരിക്കരുത്. ദൈവസന്നിധിയിലേക്ക്, ദൈവത്തോട് നാം ചേർന്ന് നിൽക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. എല്ലാവരെയും അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കും. നമുക്ക് 25-ാമത്തെ ചിന്ത വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ 25-ാമത്തെ ചിന്തയിലേക്ക് കടന്നു വരാം. അവിടെ യേശുക്രിസ്തു വിളിക്കുകയാണ്, കപടഭക്തരെ എന്ന് വിളിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ശാപത്തിൽ തന്റെ കാളയോ കഴുതിയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? കപടഭക്തിക്കാരെ. ബാഹ്യം. ഈ പള്ളിപ്രമാണി ആരായിരുന്നു? നിയമത്തെ 6 ദിവസം ഉണ്ടായിരുന്ന നിയമത്തെക്കുറിച്ചൊക്കെ, കാനോനിക നിയമത്തെക്കുറിച്ച് അറിയാം. നമ്മുടെ പല ആളുകളും ഇന്ന് ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കും. സഭയുടെ നിയമത്തെക്കുറിച്ചും സഭയുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നവരാണ്, സഭാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷെ ബാഹ്യമായ ഭക്തിയാണ്. ആന്തരികമായ ക്രൂരതയുള്ള ചില മനുഷ്യരെ കാണുവാൻ സാധിക്കും. പുറമെ ഭക്തി അഭിനയിക്കുകയാണ്. അവരോട് കർത്താവ് പറയുകയാണ്, കപടഭക്ത. പ്രസംഗവും പ്രവൃത്തിയും പ്രകാശവർഷമുള്ള അകലങ്ങളുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. കപടഭക്തിയുടെ നാട്യവിലാസങ്ങൾ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. വേഷപ്രച്ഛന്നതയുടെ മുഖംമൂടി കർത്താവ് ഇവിടെ നിൽക്കുകയാണ്. യേശു പറയുന്ന മറുപടി വളരെ വ്യക്തമാണ്. കപടഭക്തരെ. യേശു തുടങ്ങുന്ന അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ കാപട്യം പാടില്ല എന്ന് പറയുകയാണ്. പലപ്പോഴും നമ്മൾ എങ്ങനെയാണ്?
പുറമെ വിശുദ്ധിയുണ്ടെന്ന് അഭിനയിക്കുകയാണ്, പക്ഷെ ഉള്ളിൽ ദയയില്ലാത്ത അവസ്ഥയാണ്. വേഷങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രതിപ്പെടുത്തുമ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തെ പ്രതിപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സംസാരവും പ്രവൃത്തിയും തമ്മിൽ ഐക്യമുണ്ടാകണം. ലോകത്തിന്റെ മുമ്പിൽ പ്രകടനങ്ങളല്ല, ദൈവത്തിന് മുമ്പിൽ സത്യസന്ധതയാണ് പ്രാധാന്യം. കാപട്യം ആത്മീയ ജീവിതത്തെ നശിപ്പിക്കും. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരു അരമനയിൽ പോകുന്ന സമയത്ത് അവിടെ പള്ളിയിൽ ആളുകൾ ഒരച്ഛനെ അടുത്ത ട്രാൻസ്ഫറിൽ ആ അച്ഛനെ തന്നെ അങ്ങോട്ട് വെക്കണമെന്ന് പറയുകയാണ്. പല പള്ളിക്കാരും ട്രാൻസ്ഫറിന്റെ സമയത്ത് അരമനയിൽ വന്നു. ചിലർ പറഞ്ഞു നല്ലതുപോലെ വിശുദ്ധ കുർബാന നല്ലതുപോലെ ടൂണിൽ ഇമ്പത്തിൽ ചൊല്ലുന്ന അച്ഛനെ വേണം, നല്ല പ്രസംഗിക്കുന്ന അച്ഛനെ വേണം. പക്ഷേ ഒരു പള്ളിക്കാരും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നു, ഞങ്ങൾക്ക് ഇന്ന പർട്ടിക്കുലർ ഒരു അച്ഛനെ തന്നെ വേണം. ഞാൻ ആ അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ അച്ഛനെ ശരിക്കും പ്രസംഗിക്കാൻ അറിയില്ല, കുർബാനയ്ക്ക് വലിയ ടൂണില്ല. പക്ഷേ ഈ പുരോഹിതൻ നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന പുരോഹിതനാണ്, കപടതകളില്ലാത്ത പുരോഹിതനാണ്. ഇന്ന് കർത്താവിന് ആവശ്യം കപടതകളില്ലാത്ത മനുഷ്യരെയാണ്. യേശു കാപട്യത്തെ വെറുക്കുകയാണ്. യേശു ഇരട്ടത്താപ്പിനെ ഒഴിവാക്കുകയാണ്. യേശു ജീവന്റെ മൂല്യം നമുക്ക് കാണുവാൻ സാധിക്കും. മതത്തെക്കാൾ വലിയതായിട്ട് മാനവ വിമോചനത്തിനുള്ള മാർഗങ്ങളായി മത നിയമങ്ങൾ അദ്ദേഹം വ്യാഖ്യാനിക്കപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തു അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന സകല അക്രമങ്ങൾക്കും അഴിമതികൾക്കും കാപട്യത്തിനും ചൂഷണത്തിനുമെതിരെ ശക്തമായ ശബ്ദമുയർത്തുകയാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ വേദശാസ്ത്രം ആരാധനയ്ക്ക് ശേഷം ആരാധന, ലിറ്റർജിക്ക് ശേഷം ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന. പള്ളിയിൽ മാത്രമുള്ള ഭക്തി പോരാ, പള്ളിക്ക് പുറത്തിറങ്ങിയാലും അതേ ഭക്തിയായിരിക്കണം. നിന്നെ കണ്ടിട്ട് ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയണം. സകല കപട ഭക്തിയെ നമുക്ക് മാറ്റിക്കളയാം. 26-ാമത്തെ ചിന്ത ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ശാബത്തിൽ തന്റെ കാളയോ കഴുതിയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? മൃഗങ്ങളോടുള്ള കരുണ പോലും മനുഷ്യരോട് കാണിക്കാത്ത അവരുടെ കപടഭക്തി യേശു തുറന്നു കാട്ടുകയാണ്. അതാണ് 26-ാമത്തെ ചിന്ത പറയുന്നത്. മൃഗത്തിന് വെള്ളം നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു മനുഷ്യന് സൗഖ്യം നൽകുന്നത്. ഇന്ന് വന്യമൃഗങ്ങളുടെ ഉപദ്രവം കൊണ്ട് മനുഷ്യർ എത്ര പേര് മരണപ്പെടുന്നു, തെരുവ് നായ്ക്കളുടെ കടികളേറ്റ എത്ര പേര് മനുഷ്യപ്പെടുന്നു. എന്നിട്ടും കുറേയധികം മനുഷ്യര് എപ്രകാരമാണ് ചിന്തിക്കുന്നത്? മനുഷ്യജീവന് യാതൊരു വില നൽകുന്നില്ല. മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നോക്കുന്നതിനൊപ്പം സ്വന്തം കണ്ണിലെ കോലെടുക്കാനായിട്ട് സാധിക്കണം. നീതി മനുഷ്യന് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. നീതി നിയമവും ക്രിസ്തു വില കൽപ്പിക്കുന്ന മൃഗങ്ങളെക്കാൾ അധികം മനുഷ്യരാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം പുഞ്ചിരിക്കുന്ന ചില മനുഷ്യരെ പോലെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന വില പോലും മനുഷ്യർക്ക് നൽകുന്നില്ല. നമ്മുടെ പല പള്ളികളിലും നമ്മുടെ സമൂഹത്തിലേക്ക് എടുത്തു നോക്കുക. പല ദേവാലയങ്ങളിലും ആളുകൾ നിത്യവൃത്തിക്ക് കഴിയാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പെരുന്നാളുകൾ സംഘടിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വെടിക്കെട്ടുകൾ നടത്തുന്നു, ചൈനീസ് പടക്കങ്ങൾ പൊട്ടിക്കുന്നു, ബാൻഡ് സെറ്റുകൾ നടത്തുന്നു, ചണ്ടമേളകൾ കൊഴിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് അങ്ങനെയല്ലാട്ടോ. കർത്താവ് എന്താണ്? എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് പാവനമായ മനുഷ്യപ്രേമത്തിന്, മനുഷ്യ ഹൃദയങ്ങൾക്ക് വില നൽകുന്ന കർത്താവാണ്. മൃഗങ്ങളെക്കാൾ അധികമായി മനുഷ്യന് വില നൽകുന്നത്. മൃഗതുല്യമായ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ, ദേവാലയത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലയിൽ നടക്കുന്നുണ്ട്. മൃഗതുല്യമായ പല പ്രവർത്തനങ്ങൾ. ഉദാഹരണമായി ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ പണത്തിൻ്റെ കൊഴുപ്പുകളുമായിട്ട് ദൂർത്ത ചെലവുകൾ നടക്കുന്ന പല കാര്യങ്ങൾ. നമ്മുടെ വിവാഹങ്ങൾ എടുത്ത് നോക്കുക. മൃഗതുല്യമായ കാര്യങ്ങളല്ലേ? എത്രയധികം പണമാണ് മുടക്കുന്നത്, എത്രയധികം ആർഭാടങ്ങളാണ്, എത്രയധികം ആ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി എത്രയധികം പണത്തിൻ്റെ കുത്തൊഴുക്ക് നടക്കണം. പാവപ്പെട്ട മനുഷ്യൻ, രോഗിയായ മനുഷ്യൻ, വീടില്ലാത്ത മനുഷ്യൻ, വിവാഹം നടത്താത്ത മനുഷ്യൻ വേദനിക്കുമ്പോൾ മൃഗങ്ങൾക്ക് തുല്യമായ അവസ്ഥയിലൂടെയാണ് സമൂഹം എന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സഭയിലെ ചില പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെയായിരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തും. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് പറയുകയാണ്, നിയമം മൃഗങ്ങൾക്കുള്ളതല്ല, അത് മനുഷ്യന്റെ ആത്മീയ വളർച്ചയ്ക്കുള്ളതാണ്. ഇവിടെ മൃഗങ്ങളെ ഉപദ്രവിക്കുവാനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒന്നുമല്ല. മറിച്ച് മൃഗത്തെക്കാൾ വലുതാണ്
മനുഷ്യ ജീവിതം അത് നാം തിരിച്ചറിയണം. ക്രിസ്തു അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കരുണയാൽ സുഗന്ധമുള്ളതായിരിക്കണം. നിയമം സ്നേഹത്തിന്റെ ദാസിയായിരിക്കണം. ഒരിക്കലും യജമാനാകരുത്. കപടമായ മുഖംമൂടികൾ അഴിച്ചുവെച്ച് ദൈവത്തിന്റെ മുമ്പിൽ കുഞ്ഞുങ്ങളെ പോലെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥമായ ഭക്തിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. 27ാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുകയാണ്, ഇവളോ അബ്രഹാമിന്റെ പുത്രിയാണ്. ആഗൽക്രിസ ഇവളെ 18 സംവത്സരമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ ബന്ധനത്തിൽ നിന്ന് ഇവളെ ശാപ ദിവസത്തിൽ അഴിച്ചുവിടുന്ന വിഹിതമല്ലയോ എന്ന് ചോദിച്ചു. ഇവിടെ ആഗൽക്രിസ 18 വർഷമായി ബന്ധിച്ചിരിക്കാൻ, സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം ഇവിടെ ഉപയോഗിച്ച ഗ്രീക്ക് വേർഡ് ഡെസ്മോസ്. ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഒരു തടവുകാരൻ ധരിക്കുന്ന ചങ്ങലയെ സൂചിപ്പിക്കുന്ന ഈ വാക്ക്. ആ സ്ത്രീ സാത്താന്റെ തടവുകാരിയായിരുന്നു. യേശുവിടെ സൗഖ്യം നൽകുന്ന ശരീരത്തിനും മാത്രമല്ല, മറിച്ച് അവളുടെ ഹൃദയത്തിനും സൗഖ്യം നൽകുകയാണ്. അതാണ് 26ാമത്തെ ചിന്ത പറയുന്നത്, സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുകയാണ് കർത്താവ്. പലപ്പോഴും നമ്മള് രോഗത്തിന് ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ, നമ്മുടെ ശരീരത്തിന് ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിനും ചികിത്സിക്കേണ്ടിയിരിക്കും. യേശു ആ ബന്ധനം, അവളുടെ ബന്ധനം അഴിച്ചുവിടുകയാണ്. ഇവിടെ 27ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ ബന്ധനങ്ങൾ അഴിക്കുവാൻ നമുക്ക് സഹായിക്കുന്നു. ആർ വി ഹെൽപ്പിംഗ് ടു യുണൈറ്റ് അതേഴ്സ് ബോൺസ്? മറ്റുള്ളവരുടെ ബന്ധനങ്ങൾ അഴിക്കാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നു. പാപത്തിൽപ്പെട്ട ഒരാളുടെ ബന്ധനം അഴിക്കാൻ, അല്ലെങ്കിൽ വിഷമാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ബന്ധനം അഴിക്കാൻ, ഡിപ്രഷനിലൂടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ബന്ധനം അഴിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതേ വെറും നാമമാത്രമായിരിക്കുന്ന ക്രിസ്ത്യാനിയായി മുന്നോട്ട് പോവുകയാണ്. യേശു ഇവിടെ പറയുകയാണ്, സാത്താൻ ഇവിടെ ബന്ധിച്ചിരിക്കുകയാണ്. സാത്താൻ ബന്ധിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കാം, നമ്മുടെ പ്രവർത്തന മേഖലകളിലായിരിക്കാം, നമ്മുടെ ദേവാലയത്തിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം. ക്രിസ്തു ചെയ്ത ആ ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ വിമോചിപ്പിക്കുവാൻ, അവർക്കൊരു പുതിയ ജീവൻ നൽകുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം തന്നെയാണ് ചങ്ങല, ബന്ധനം, ഡെസ്മോസ്. ചങ്ങലയാൽ വരിഞ്ഞു മൂർക്കപ്പെട്ട ചില മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുവട്ടം. അവരുടെ നമുക്ക് വിമോചിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. 28ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, യേശു പറയാണ്, ഇവളോ അബ്രഹാമിന്റെ പുത്രിയാണ്, അബ്രഹാമിന്റെ മകളാണ്. ഇവിടെ അബ്രഹാമിന്റെ മകളായ ഇവിടെ ശാപനാളിൽ ഈ ബന്ധനത്തിൽ അഴിക്കേണ്ടതല്ലയോ? സമൂഹം അവളെ കൂനി എന്ന് വിളിച്ചപ്പോൾ ഒടിഞ്ഞു നുറുങ്ങി ശരീരവുമായിട്ട് നടക്കുന്ന പരിഹാസിച്ചിട്ടുണ്ടായിരിക്കാം. അവളെ മനുഷ്യർ പോകുമ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. അവളുടെ അടുത്തേക്ക് ചെല്ലാൻ മടിച്ചിട്ടുണ്ടായിരിക്കാം. അവളെ വെറുത്തിട്ടുണ്ടായിരിക്കാം. അവളെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ യേശു ഇവിടെ ചെയ്തത് അവൾക്ക് ഒരു ഡിഗ്നിറ്റി കൊടുക്കുകയാണ്. അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 28ാമത്തെ ചിന്ത നമ്മോട് പറയുന്നതാണ്, യേശു അവളെ അബ്രഹാമിന്റെ മകളെ വിളിക്കുന്നത് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഡോട്ടർ ഓഫ് അബ്രഹാം. നമ്മൾ ആരെന്ന് ലോകം പറയുന്നതല്ല, ദൈവം നമ്മളെ ആരെന്ന് വിളിക്കുന്നു എന്നതിലാണ് നാം വിലയിരുത്തേണ്ടത്. സമൂഹത്തിൽ ഉള്ള പലരും നമ്മളെ പല രീതിയിലുള്ള പേരുകൾ വിളിച്ചേക്കാം. നമ്മുടെ കുടുംബ പശ്ചാത്തലം വലിച്ചു കീറി നമ്മളെ പരിഹസിച്ചേക്കാം. നീ എങ്ങനെയാണ്, നിന്റെ പിതാവ് എങ്ങനെയാണ്, നിന്റെ മാതാവ് എങ്ങനെയാണ്, നീ എങ്ങനെയാണ് അവരോട്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ യേശു ക്രിസ്തു അങ്ങനെയല്ല. യേശു ക്രിസ്തു ചെയ്തത് എങ്ങനെയാണ്? യേശു എത്ര വലിയ ബന്ധനമാണെങ്കിലും പ്രിയമുള്ളവരെ, ആ യേശു ക്രിസ്തു ആ വലിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യരെത്ര പരിഹസിച്ചാലും യേശു അവളെ മാനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നെ മനുഷ്യർ മാനിക്കുന്നില്ലായിരിക്കാം, നിന്റെ കുടുംബ പശ്ചാത്തലത്തെ മാനിക്കുന്നില്ലായിരിക്കാം, നിന്റെ ജോലിയെ മാനിക്കുന്നില്ലായിരിക്കാം. പക്ഷെ കർത്താവ് നിന്നെ മാനിക്കുന്നുണ്ട്. അവൻ നിന്നെ പറയുകയാണ്, നീ അബ്രഹാമിന്റെ മകനാണ്, നീ അബ്രഹാമിന്റെ മകളാണ്. വലിയൊരു ഡിഗ്നിറ്റി യേശുവോട് നൽകുകയാണ്. മനുഷ്യരും വില വെച്ചില്ലെങ്കിലും കർത്താവ് നിനക്ക് വില നൽകുന്നുണ്ട്. 29ാമത്തെ ചിന്ത ഇവിടെ പറയുകയാണ്, ഈ ബന്ധനത്തിൽ നിന്ന് ശാപ ദിവസത്തിൽ അഴിച്ചുവിടുന്ന വിഹിതമല്ലയോ എന്ന് ചോദിക്കുകയാണ്.
പ്രിയമുള്ളവരെ, ഈ 29ാമത് ചിന്തയിൽ പറയുന്നുണ്ട്, യേശു ഇതേ യഹൂദ കുലത്തിൽ ജനിച്ച ആളാണ്. യേശുവിന് നിയമത്തെക്കുറിച്ച് അറിയാം. പക്ഷെ യേശു ഇവിടെ ചെയ്യുന്ന എന്താണ്? ആ നിയമത്തെയെല്ലാം തച്ചുടച്ചു കളഞ്ഞുകൊണ്ട് ഇവൾക്ക് സൗഖ്യം നൽകുകയാണ്. 18 വർഷമായിട്ട് ഇവള് കൂന് പിടിച്ചു കിടക്കുന്ന അവസ്ഥ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എത്ര വലിയ ബന്ധനമാണെങ്കിലും, എത്ര വർഷമായിട്ടുള്ള ബന്ധനമാണെങ്കിലും കർത്താവിനത് അഴിക്കാൻ സാധിക്കും. കർത്താവിനത് അഴിക്കാൻ സാധിക്കും. എത്ര രോഗവും, എത്ര തളർച്ചയും, എത്ര പ്രതിസന്ധിയാണെങ്കിലും 18 വർഷമായിരിക്കുന്ന അവസ്ഥ, ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് കർത്താവിന് സാധിക്കും. അത് നീ മറന്നു പോകരുത്. കർത്താവിന് നിന്റെ പ്രതിസന്ധിയിൽ, നിന്റെ വർഷങ്ങളായിട്ടുള്ള 18 വർഷം, അതേറെ വർഷങ്ങളായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് കർത്താവിന് സാധിക്കും. യേശു ആരെയും നോക്കിയില്ല, പള്ളിപ്രമാണി നോക്കിയില്ല, നിയമത്തെ നോക്കിയില്ല. യേശുവിന് സാധിക്കും. യേശു സൗഖ്യമാക്കി. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, മതത്തിന്റെ നിയമങ്ങൾക്കപ്പുറത്തായിട്ട് യേശുവിന് സൗഖ്യം നൽകുവാനായിട്ട് കർത്താവ് സൗഖ്യം നൽകി. അതുപോലെ സമൂഹത്തിന്റെ നിയമങ്ങൾ, സഭയുടെ നിയമങ്ങൾ, പലതരത്തിലുള്ള നിയമങ്ങളുടെ ഇടയിൽ നീ പെട്ടിരിക്കുകയാണെങ്കിലും നീ ഭാരപ്പെടേണ്ട. നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക. കർത്താവ് നിനക്ക് സൗഖ്യം നൽകും. നിന്റെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുവാൻ കർത്താവിന് സാധിക്കും. 30ാമത്തെ ചിന്തയോടെ പറയുകയാണ്, യേശുക്രിസ്തുവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ബന്ധനത്തിൽ നിന്ന് ഇവളെ ശാപ ദിവസത്തിൽ അഴിച്ചുവിടുന്ന വിഹിതമല്ലേ എന്ന് ചോദിക്കുക. ശാപത് ബന്ധനത്തിന്റെ നാളല്ല, മോചനത്തിന്റെ നാളാണ്. അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണ് ശാപത്തിന്റെ കാതൽ. നമ്മൾ ഓരോ ഞായറാഴ്ച മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അത് ബന്ധനത്തിന്റെ നാളല്ല, ആ ബന്ധനത്തിന്റെ ദിവസമല്ല, മോചനത്തിന്റെ ദിവസമാണ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. കെംദയുടെ നമസ്കാരം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഉയർപ്പിന് ശേഷം നമ്മൾ ഓരോ പാട്ടിലെടുത്ത് നോക്കുക. ഞായറാഴ്ചയുടെ പ്രത്യേകത, ഞായറാഴ്ച നമ്മുടെ ഓരോ പ്രഭാത പ്രാർത്ഥനയിലെ പാട്ടുകളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളിലെല്ലാം, കെംദ നമസ്കാരത്തിലെല്ലാം പ്രാർത്ഥന എടുത്തു നോക്കുക. ഞായർ ദിവസം, വൻ ദിനമാ ഞായർ ദിവസം. ഞായർ ദിവസത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അത് വിമോചനത്തിന്റെ ദിവസമാണ്. അത് ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്ന ദിവസമാണ്. അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദിവസങ്ങളാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഓരോ ശാബത്തും, ഓരോ ഞായറാഴ്ചയും വിമോചനത്തിന്റെ ഞായറാഴ്ചകളായിരിക്കണം. ഓരോ ഞായറാഴ്ചകളും വിമോചനത്തിന്റെ ഞായറാഴ്ചകളായിരിക്കണം. ആ ബന്ധനം അഴിച്ചുവിട്ടപ്പെട്ട ആ ദിവസത്തിന് ആ പ്രത്യേകത മറ്റൊരു കൂടി ഉണ്ട്. യേശു പള്ളിപ്രമാണിയോട് സംസാരിച്ചത് ആ സ്ത്രീയുടെ നീതിക്ക് വേണ്ടിയാണ്. ബലഹീനർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണില്ല ലോകത്ത്. നമ്മളൊന്ന് എടുത്തു നോക്കുക. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ സഭയില്, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പാവപ്പെട്ടവനും ബലഹീനർക്കും വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. പക്ഷേ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ആരുമില്ലാത്ത അവസ്ഥയിൽ കർത്താവ് അവിടെ പ്രവർത്തിക്കുക. നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാണെങ്കിൽ, ക്രിസ്ത്യാനിയാണെങ്കിൽ, പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുവാൻ, ബലഹീനർക്ക് വേണ്ടി സംസാരിക്കുവാൻ, അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ, എളിമയുടെ പക്ഷത്ത് നിൽക്കുവാൻ, സത്യം തുറന്നു പറയുന്നത് ഭക്തിയുടെ അടയാളമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവവചനത്തോട് നാം ചേർന്ന് നിൽക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. 31ാമത്തെ ചിന്ത, ആ പള്ളിപ്രമാണി അവൾക്ക് സൗഖ്യം കിട്ടിയതിൽ അസൂയപ്പെടുകയും കൂടെയുള്ളവരോടൊക്കെ യേശു ചെയ്ത കാര്യത്തെക്കുറിച്ച് തെറ്റായി പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൂനിയായ സ്ത്രീ ആ പള്ളിപ്രമാണിയുടെ മകളോ അല്ലെങ്കിൽ ബന്ധുവോ സഹോദരിയൊക്കെ ആയിരുന്നെങ്കിൽ പള്ളിപ്രമാണി അങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു. അവളെ ദേവാലയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. 31ാമത്തെ ചിന്ത നമ്മളോട് പറയുകയാണ്, ദേവാലയത്തിൽ നിന്ന് നമ്മൾ ആരെയും മാറ്റി നിർത്തരുത്. തെറ്റുകൾ ചെയ്യുമ്പോൾ സഭയ്ക്ക് പുറക്കുക, സഭയ്ക്ക് പുറത്താക്കുക, സഭയ്ക്ക് മുടക്കുക, അത് ക്രിസ്തീയമല്ല. അവന്റെ മാനസാന്തരവും അവന്റെ അവൻ ചെയ്തിരിക്കുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട് അവനെ അടച്ചുപിടിക്കുക, അവന് ക്രിസ്തീയ മനോഭാവത്തോടെ നിൽക്കുക. ഇന്ന് പല ദേവാലയങ്ങളിൽ നിന്നും പലരെയും മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും മാറ്റി നിർത്തരുതെന്ന് പറയുന്നതിന്റെ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥന എന്ന് പറയാണ്, കർത്താവെ, നഷ്ടപ്പെട്ടു പോയവർ നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ ഇടവരുത്തണമേ. നഷ്ടപ്പെട്ടു പോയവരെയും അണച്ചുപിടിക്കുന്ന ഇടമായിരിക്കണം ദേവാലയം. ദേവാലയത്തിൽ നിന്ന് ഒരു കാരണവശാലും ആരെയും മാറ്റി നിർത്തരുത്.
യേശു ഇവിടെ പറയുകയാണ്, കൂനിയായ സ്ത്രീയെ പള്ളിപ്രമാണി സൗഖ്യം കിട്ടിയപ്പോൾ പരിഹസിച്ചപ്പോൾ യേശു പറയുകയാണ്, ഇവള് മാറ്റി നിർത്തേണ്ടവളല്ല, ഇവൾ അബ്രഹാമിന്റെ മകളാണ്, ഇവൾ ഈ ദേവാലയത്തിൽ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അത് നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലെല്ലാം വലിയൊരു ആപ്ലിക്കേഷൻ പാർട്ടാണ്. ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക, ആരെയും മാറ്റി നിർത്തരുത്. 32ാമത്തെ ചിന്ത വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. താൻ ഇവ പറഞ്ഞപ്പോൾ തനിക്കാതെ നിലകൊണ്ടിരുന്നവരെല്ലാം ലജ്ജിച്ചു പോവുകയാണ്. ലജ്ജിച്ചുപോയി. പ്രിയമുള്ളവരെ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത് തിരുവചനം പറയുകയാണ്. സത്യം പറയുമ്പോൾ പലരും ലജ്ജിക്കും. ഇവിടെ സത്യത്തിന്റെ വിജയം കാണുവാൻ സാധിക്കും. ദൈവത്തോടും അവന്റെ സത്യത്തോടും എതിർത്ത് നിൽക്കുന്നവർ ഒടുവിൽ ലജ്ജിച്ചു പോകും. ഒരുപക്ഷെ സത്യം കുറെ കാലത്തേക്ക് മൂടി വെക്കപ്പെടും. കുറെ പള്ളിപ്രമാണിമാരെ കുറെ കാലത്തേക്ക് നമ്മളെ ഭരിക്കും. കുറെ പള്ളിപ്രമാണിമാരുടെ പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ അവരെല്ലാം ലജ്ജിച്ചു പോകും. നാം ദൈവത്തിന്റെ പക്ഷത്താണെങ്കിൽ ലോകത്തിന്റെ എതിർപ്പുകളെ ഭയപ്പെടേണ്ടതില്ല. ദൈവം ചെയ്യുന്ന മഹിമയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ നിഷ്കളങ്കമായ ഹൃദയമാണ് നമുക്ക് ആവശ്യം. അസൂയയും വാശിയും നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയും. സത്യം എപ്പോഴും ജയിക്കും. അത് വൈകിയാണെങ്കിലും വെളിച്ചത്ത് വരും. ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ വിരോധികളുടെ നാവുകൾ നിശബ്ദമാകും. നാം എപ്പോഴും നന്മയുടെയും സന്തോഷത്തിന്റെയും വക്താക്കളായി മാറണം. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം നടന്നൊരു സംഭവത്തെ ഓർക്കുകയാണ്. ജർമ്മനിയില് കുറേയധികം ഹിറ്റ്ലറുടെ പട്ടാളക്കാര് ഇടവക്കാരായിരുന്നു പള്ളിയില്. അതേ പള്ളിയിൽപ്പെട്ട ആളുകളെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയുണ്ടായി. യുദ്ധം ജയിച്ചു. ജർമ്മനി തോറ്റുപോയി. മറ്റുള്ളവർ യുദ്ധം ജയിച്ചു. ജർമ്മനിയില് ഹിറ്റ്ലറുടെ അനുയായികളെയും ഹിറ്റ്ലറുടെ പട്ടാളക്കാരെയൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നവരൊക്കെ സമൂഹവും അധികാരികളെല്ലാം തിരിച്ചു പീഡിപ്പിക്കുവാനും വിചാരണ ചെയ്യാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ആ ദേവാലയത്തിൽ തങ്ങളെ പീഡിപ്പിച്ച അതേ പട്ടാളക്കാര് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പേടിയോടുകൂടിയാണ്. അവർ പള്ളിയിൽ വരാറില്ല. പക്ഷേ അവർക്കറിയാം, അവര് നിയമത്തിന് മുമ്പിൽ വരും. ഈ നിൽക്കുന്ന ഇടവക്കാരെല്ലാം തങ്ങൾക്കെതിരായിട്ട് നിന്ന് സാക്ഷ്യം പറയും. പക്ഷേ യഥാർത്ഥ ക്രൈസ്തവരായ ആ മനുഷ്യര്, ആ പാവപ്പെട്ട മനുഷ്യര്, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യര് ആ പട്ടാളക്കാരെ പള്ളിയിലേക്ക് ക്ഷണിച്ചു. അവർ വിചാരിച്ചു അവരെ പരിഹസിക്കാനും അവരെ ലജ്ജിപ്പിക്കാനും അവരെ നിയമത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരെ പീഡിപ്പിക്കാൻ വരും. പക്ഷേ ആ പട്ടാളക്കാർ ആ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ, ഇടവ പള്ളിയിലേക്ക് വന്നപ്പോൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യരെന്ത് ചെയ്തു? അവരെ ചുംബിച്ച് കെട്ടിപ്പിടിച്ചു. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. സ്നേഹത്തിന്റെ വിജയം ആ പട്ടാളക്കാരെ കരയിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല, സത്യത്തിന് എപ്പോഴും വിജയമില്ല. സത്യത്തിനെതിരായി നിൽക്കുന്നവർ ലജ്ജിക്കും. ഒരു ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ മൂടൽ മഞ്ഞു മാറുന്നത് പോലെ സത്യം വരുമ്പോൾ അസത്യം ലജ്ജിച്ചു പോകും. പരീക്ഷയിൽ കോപ്പിയടിച്ച കുട്ടി ഫലം വന്ന് ഇപ്പോൾ ജയിച്ചു. പക്ഷെ അവന് ലജ്ജയുണ്ട്, മനസ്സുകൊണ്ട് ലജ്ജയുണ്ട്. പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടി വിജയം ലഭിക്കുമ്പോൾ സന്തോഷിക്കുകയാണ് മനസ്സ്. നമ്മൾ അങ്ങനെ ആയിരിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടിയെ പോലെ അനീതിക്ക് കൂട്ടി നിൽക്കരുത്. നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമെല്ലാം ലജ്ജ ഉണ്ടാവും. ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിലേക്ക് അടുത്തു വരണം. കോടതിയിൽ നിരപരാധി തെളിയുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖത്തുണ്ടാകുന്ന തിളക്കത്തെ പോലെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ ലജ്ജിക്കപ്പെടും. പക്ഷെ നമുക്കെതിരായി നിൽക്കുന്നവർ ഒരു കാലത്ത് ലജ്ജിക്കപ്പെടും. അത് നാം മറന്നുപോകും. വിശുദ്ധനായ എഫ്രേം പറയുകയാണ്, സത്യത്തിന്റെ ദീപം തെളിയുമ്പോൾ കള്ളത്തിന്റെ ഇരുട്ട് ഓടി ഒളിക്കുന്നു. വിശുദ്ധന സേവരോസ് പാത്രികീസ് പറയുകയാണ്, ദൈവം തന്റെ വിരോധികൾ ലജ്ജിപ്പിക്കുന്ന അവരെ നശിപ്പിക്കാനല്ല, മറിച്ച് മാറ്റാനാണ്. അതാണ് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ 8:32. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക എന്ന് പറയുകയാണ്. സങ്കീർത്തനം 25:3 കർത്താവിൽ ആശ്രയിക്കുന്നതിന് ആരും ലജ്ജിച്ചു പോകില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 33ാമത്തെ ചിന്ത ഓർമ്മിപ്പിക്കുകയാണ്, ഒരു കൂട്ടം മനുഷ്യര്, തിന്മയ്ക്കെതിരായി നിന്ന മനുഷ്യര്, സത്യത്തിനെതിരായി നിന്ന മനുഷ്യർ ലജ്ജിച്ചപ്പോൾ താൻ മൂലം സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ അത്ഭുതങ്ങളെക്കുറിച്ചും ജനമെല്ലാം സന്തോഷിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ജനം ഇവിടെ സന്തോഷിക്കുകയാണ്, ആ അത്ഭുതങ്ങളിൽ സന്തോഷിക്കുകയാണ്. 18 വർഷത്തെ കൂന് മാറിയപ്പോൾ ഒരു സ്ത്രീ മാത്രമല്ല,
ഒരു സമൂഹം മുഴുവൻ സന്തോഷിക്കുന്ന കാര്യം കാണുവാൻ സാധിക്കും. കാരണം എന്താണ്? ആ സമൂഹം നന്മയുടെ പക്ഷത്ത് നിൽക്കും. ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നന്മയുടെ പക്ഷത്ത് നിൽക്കണം. ദൈവത്തിന്റെ മഹിമ അനുഭവിച്ച ജനസമൂഹം പ്രിയമുള്ളവരെ, ആ കൂനിയായ സ്ത്രീയെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതായിരിക്കാം അവർ പലരും. അവളുടെ വിഷമാവസ്ഥകൾ ഉണ്ടായിരിക്കാം, കണ്ടിട്ടുള്ളവരായിരിക്കാം. അപ്പൊ കർത്താവ് അവൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ അവരെല്ലാവരും സന്തോഷിക്കുകയാണ്. നമ്മളും അതേ മനോഭാവത്തോടെ പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. സഭയിൽ, സമൂഹത്തിൽ, ദേവാലയത്തിൽ ഒരാൾക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കണം. സ്വാർത്ഥതയില്ലാത്ത സന്തോഷമാണ് ദൈവഹിതം. ക്രിസ്തീയ കൂട്ടായ്മ എന്നത് സന്തോഷത്തിന്റെ ഇടമായിരിക്കണം. മറ്റുള്ളവന്റെ കണ്ണുനീർ മാറുമ്പോൾ നാം സന്തോഷിക്കണം. സ്വർഗത്തിലെ സന്തോഷം ഭൂമിയിൽ അനുഭവിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന എന്നാണ് സുറിയാനി സഭയുടെ വേദശാസ്ത്രം നമ്മളോട് പറയുന്നത്. ഇവിടെ പള്ളിപ്രമാണിയുടെ തടസ്സങ്ങൾക്കിടയിലും ദൈവഹിതം നിറവേറപ്പെടുകയാണ്. അവളുടെ കൂന് നിവർത്തപ്പെടുകയാണ്. അത് കണ്ട് കൂടെ ഉണ്ടായിരുന്നവർ ലജ്ജിച്ചപ്പോൾ ഒരു കൂട്ടം മനുഷ്യര് അവിടെ സന്തോഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലും സഭയിലും ദേവാലയത്തിലൊക്കെ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ കാണാൻ സാധിക്കും. ഒന്ന് പരിഹസിക്കുന്നവരും മറ്റുള്ളവരെ സന്തോഷിക്കുന്നവരും. നമ്മൾ സന്തോഷിക്കുന്നവരുടെ മധ്യത്തിലായിരിക്കണം. സൗഖ്യത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കും. ആരാധനാലയം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഇടമാകണം. 34-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇവിടെ കാണുവാൻ സാധിക്കും. താൻ മൂലം സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ അത്ഭുതങ്ങളെക്കുറിച്ചും ജനമെല്ലാം സന്തോഷിച്ചു. അവൻ ചെയ്യുന്ന എല്ലാ മഹത്തരമായ പ്രവർത്തികളാലും ജനം സന്തോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 34-ാമത്തെ ചിന്ത, യേശുക്രിസ്തു ആരാണോ അവന്റെ മഹത്തരമായ പ്രവർത്തനങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. യേശുവിന്റെ ജീവിതവും പ്രവൃത്തിയും ഒരുപോലെയാണ്. യേശു പാപികളെ തേടി വന്നു, രോഗികൾക്ക് സൗഖ്യം നൽകി. യേശു ദൈവത്വത്തിന്റെ പ്രവൃത്തി ഇവിടെ ചെയ്യുകയാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവര് 34-ാമത്തെ ചിന്ത ഏതാണ്? അവന്റെ പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കണം, അവനെ പോലെ ആകാൻ സാധിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ അവനെ പോലെ നാം ആകുവാനായിട്ട് ആ ക്രിസ്തുവിനെ പോലെ ആകാം. പൗലോസ്ലേഖൻ പറയുന്നത് തന്നെയാണ്, ക്രിസ്തുവിന്റെ പ്രവൃത്തി, താൻ മൂലം സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ അത്ഭുതങ്ങളെ കുറിച്ച് ജനങ്ങളെല്ലാം സന്തോഷിക്കുക. ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ, ക്രിസ്തു ആരായിരുന്നു അവന്റെ പ്രവർത്തനം നടത്തപ്പെടുകയാണ്. ക്രിസ്തുവിനെ പോലെ ആയിരിക്കാൻ സാധിക്കും. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ക്രൈസ്തവമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയമായ മനോഭാവത്തോടെയാണ് ചെയ്യുന്നത്. ക്രിസ്തീയമായ ചിന്തകളിലൂടെയാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിന് വേണമെന്നുണ്ടെങ്കിൽ ആരും കാണാതെ അവർക്ക് സൗഖ്യം കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ കർത്താവിന് ഈ പള്ളിപ്രമാണിയെ ഇല്ലാത്ത സമയത്തും അവനക്കെതിരായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഒക്കെ വെച്ച് സൗഖ്യം കൊടുക്കായിരുന്നു. പക്ഷെ യേശു ക്രിസ്തു എന്ത് ചെയ്തു? താൻ ഈ ഭൂമിയിലേക്ക് വന്നത് ലോകത്തെ രക്ഷിപ്പാനാണ്, പാപത്തിൽ നിന്ന് വിടുതൽ നൽകാനാണ്, വിമോചനം നൽകാനാണ്. ആയതുകൊണ്ട് എന്ത് ചെയ്തു? അവന്റെ ആ വിമോചനത്തിന്റെ പ്രവർത്തനം, സത്യത്തിന്റെ പ്രവർത്തനം, നീതിയുടെ പ്രവർത്തനം അത് നിറവേറ്റുകയാണ്. നമ്മളും ഇതുപോലെ ആയിരിക്കണം. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്, ക്രിസ്തു നമ്മളെ ലോകത്തിലേക്ക് വിട്ടത് ക്രിസ്തുവിന്റെ അനുയായികളായിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തീയമായ കാര്യങ്ങൾ ചെയ്യണം. നമ്മളൊരു പെരുന്നാൾ നടത്തുമ്പോൾ, നമ്മളൊരു വിവാഹം നടത്തുമ്പോൾ, നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ, നമ്മളൊരു വീട് പണിയുമ്പോൾ, നമ്മളൊരു ആഘോഷങ്ങൾ നടത്തുമ്പോൾ, അത് നമ്മളൊരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ക്രിസ്തീയമാണോ? നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോൾ അത് ക്രിസ്തീയമാണോ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ക്രിസ്തീയമാണോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിലേക്ക് വന്ന ഉദ്ദേശമാണ് അവിടെ നിറവേറ്റുന്നത്. യേശു ക്രിസ്തു എന്തിനാണോ വന്നത്? ആ തൻ്റെ പ്രതിച്ഛായ തൻ്റെ അത്ഭുതങ്ങളിലും കാണുവാൻ സാധിക്കും. തൻ്റെ ജീവിത പ്രതിഫലനം ഓരോ അത്ഭുതങ്ങളിലും, സംസാരത്തിലും, പ്രവർത്തനങ്ങളിലും കാണാൻ സാധിക്കും. ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിന്റെ പ്രതിഫലനമാണ്. അവൻ ചെയ്യുന്ന എല്ലാ മഹത്തരമായ പ്രവൃത്തികളാലും. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ, മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ കൂടെയാണ്. വിശുദ്ധ ബൈബിളില് താൻ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെ കുറിച്ച് ഓരോ പ്രവൃത്തിയും ദൈവത്തിന്റെ പ്രതിഫലനമാണ്. കർത്താവിന്റെ പ്രവൃത്തികൾ പോലെ ആയിരിക്കണം. ചുരുക്കട്ടെ, കർത്താവിന്റെ പ്രവൃത്തികൾ പോലെ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തി. നമ്മളും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ നിർത്തട്ടെ. ഈ 34 ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ
മാറ്റങ്ങൾ സംഭവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുവാൻ, ക്രിസ്തുവിനോട് നമുക്ക് കൂടുതൽ അടുത്തു വരുവാൻ ഇടവരുത്തട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.